ചെളിക്കുടിയിൽ കിടക്കുന്ന ചരിത്രത്തെ പാറയിൽ ഉറപ്പിച്ച ചരിത്രമാക്കിയ ദൈവമേ, उस कीचड़ में बने हुए उस इतिहास से निकाल कर चट्टान पर दृढ़ किया वैसे एक इतिहास को रचा हुआ परमेश्वर, താണു പോകേണ്ട ചരിത്രത്തെ നുവർന്നു നിൽക്കുന്ന ചരിത്രമാക്കിയ ദൈവമേ, परमेश्वर आप उस चरित्र जो झुका हुआ रहना चाहिए था उसके सिर को जो उठाया वो परमेश्वर, പാറയിൽ നുവർന്നു നിൽക്കാനുള്ള ധൈര്യം തരണമേ. उस चट्टान पर दृढ़ खड़े रहकर सिर उठाकर रुकने की धैर्य हमको देना. നീ തന്ന ആ ജീനിയോളജിയിലെ പ്രവേശനം ഞങ്ങൾക്ക് മഹത്വകരമാക്കാനിടയാക്കണം. और आपने वंशावली में हमको जो प्रवेश दिया है हम वो महिमा भरा बना दे, इसके लिए हम आप हमको मदद करना. നീ ഞങ്ങളുടെ നടുവിലുണ്ട്, आप हमारे बीच में हो നീ ഇന്നും അത്ഭുതം ചെയ്യുന്നു, और आप आज भी चमत्कार करते हो, ഇന്നും നീ സൗഖ്യമാക്കുന്നു, आज भी आप चंगाई देते हो, ഇന്നും നീ ജനത്തെ തൊടുന്നു, और आज भी आप लोगों को छूते हो, ഇന്നും നീ ജനത്തെ നിറയ്ക്കുന്നു. आज भी लोगों को आप भरते हो. പക്ഷെ ഇതെല്ലാം നടക്കുമ്പോഴും അവിശ്വസിക്കാൻ ഞങ്ങളിടയാകരുത്. ये सब जब हो रहा है हम अविश्वास करें, ऐसे ना हो जाए प्रभु. കർത്താവ്, ഇത് അനുഭവിക്കാൻ കഴിയാത്ത ഒരു കൂട്ടം ഇത് കേട്ടോണ്ടുണ്ടപ്പാ. और ये जो अनुभव नहीं कर पा रहे वैसा वो ऐसे एक झुंड है जो इनके बारे में सुन रहे हैं, കേട്ടോണ്ടിരിക്കുന്ന പലരും ദൈവമഹത്വം കാണുന്നുണ്ടപ്പാ. और जो सुन रहे हैं उनमें से बहुत लोग आपकी महिमा को देखते हैं. ഇതിനകത്തിരുന്നിട്ട് അത് കാണാതിരിക്കാൻ ഇടയാകല്ലേ. और इसके अंदर बैठकर हम उसे ना देखे, ऐसी नियत ऐसी परिस्थिति ना आए प्रभु. ഞങ്ങളെ ചേർത്ത് പിടിക്കണേപ്പാ. आप हमको आपके करीब बनाए रखना प्रभु. ഞങ്ങളെ മാറോടടയ്ക്കണേപ്പാ. आपके करीब आपके छाती की ओर लगाए हमको रखना प्रभु. ഞങ്ങളിവിടെ നിൽക്കുന്നത് തന്നെ നീ ഞങ്ങളെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ടാണ്. और हम रुकने का यहाँ रुकने का कारण यही है कि आपने हमें दिल से लगा कर നീ रखा. അങ്ങനെ പിടിച്ചില്ലായിരുന്നു ഞങ്ങൾ പലരും മരിച്ചു പോയത്. अगर आपने वैसे दिल से लगाई नहीं रखा होता तो हम में से बहुत लोग मर गए होते. ഞങ്ങളിൽ പലരും ഭ്രാന്തരായി പോയേനെ. हम में से बहुत लोग पागल हो गए होते. ഞങ്ങളിൽ പലരും കർത്താവേ തകർന്ന ജീവിതത്തിനുടമയായേനെ. और हम में से बहुत लोग हमारी जिंदगी नाशित हो गया होता. ഞങ്ങളുടെ ഇന്നത്തെ ഐശ്വര്യത്തിന്റെ കാരണം, और आज की हमारी सफलता के कारण, ഞങ്ങളുടെ ഇന്നത്തെ നന്മയുടെ കാരണം, आज की हमारी भलाई का कारण, ഞങ്ങളുടെ ഇന്നത്തെ തല ഉയർത്തി നിൽക്കുന്നതിന് കാരണം और आज हम सिर उठा के रुके उसका कारण അങ്ങ് ഞങ്ങളെ ചേർത്ത് പിടിച്ചതാണ്. आपने हमें आपके दिल के करीब रखा. അതിന് ഞങ്ങൾ നന്ദി പറയുന്നു. इसके लिए हम आपको धन्यवाद देते हैं. ഞങ്ങളോട് സംസാരിക്കണമേ, आप हमसे बातें करना, ഞങ്ങളെ തൊടണമേ, हमें छूना प्रभु, ഞങ്ങളെ നോക്കണമേ, हमें देखना, ഞങ്ങളെ തലോടണമേ, हमें लाड करना प्रभु. ഞങ്ങളെ ബലപ്പെടുത്തി അയക്കും. हमको बलवंत कर आप भेजोगे. ഈ ജനത്തെ നീ വെറുതെ അയക്കല്ലേ. इन बच्चों को आप खाली हाथ नहीं ഒരു छोड़ना. വഴിയിൽ പട്ടുപോകാതിരിക്കാൻ അവരെ നിറച്ചയക്കണം. वो सफर में नाशित ना हो जाए इसके लिए उन्हें भर कर भेजना. കർത്താവേ, അവർ പന്തിയായിട്ടിരിക്കുക. और प्रभु वो पंक्ति में बैठे हैं വിളമ്പാൻ ഞങ്ങളുടെ ഈ തന്നാട്ട്, और परोसने के लिए हमारे हाथ വാഴ്ത്തി में दे ഞങ്ങളുടെ दो. ഈ തന്നാട്ട്, धन्यवाद देकर हम आपके हाथ में हमको परोस कर दीजिए प्रभु. ഞങ്ങളത് വിളമ്പട്ടെ. और हम उनको परोस दे प्रभु. അടിയനെ സമർപ്പിക്കുന്നു. अपने आप को मैं समर्पित करता हूँ, അങ്ങയുടെ ഈ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. आपके इन बच्चों को समर्पित करता हूँ. മഹത്വം അങ്ങേക്ക്. महिमा आपको യേശുവിൻ നാമത്തിൽ यीशु मसीह के नाम में पूछते हैं. ആമേൻ. आमेन आमेन. കരവും ശബ്ദം ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. हाथ और आवाज उठाकर परमेश्वर को महिमा देंगे. എല്ലാവരും ഇരുന്നാട്ടെ. सभी बैठ जाइए. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. प्रभु यीशु मसीह के नाम में सभी को प्रेम भरा वंदन. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകി. बहुत एक मुख्य
समय में जीवित रहने का सौभाग्य परमेश्वर ने हमको दिया है। എത്ര പേർക്കത് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. मुझे पता नहीं कितने लोग समझ पाए हैं। ഒന്നുകൂടി ഞാൻ പറയാം. और एक बार कहता हूँ, ഏറ്റവും വിശേഷപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. और बहुत ही एक विशेष भरा समय में हम जीवित हैं। ഈ കാലഘട്ടത്തിൽ കർത്താവ് വരാൻ സാധ്യതയുണ്ട്. और इस जमाने में ही परमेश्वर के आगमन की संभवता बहुत ज्यादा है। മിക്കവാറും നമ്മൾ മരിച്ചിട്ട് ഉയർക്കുകയല്ല, രൂപാന്തരപ്പെട്ടവനോടുകൂടെ പോകും. और हम मरकर जीवित नहीं, पर हम जीवित हैं, तभी रूपांतर होकर उसके आगमन में जाएंगे। വരുമെന്ന് പറഞ്ഞവൻ വരുന്ന സമയം നമ്മളോട് പറഞ്ഞില്ല. आएगा ये कहा जिसने, उसने आने के समय के बारे में नहीं बताया, പക്ഷെ വരുന്നതിന് മുമ്പിലത്തെ അടയാളങ്ങൾ നമ്മളോട് പറഞ്ഞു. पर उसके आगमन के पहले के चिन्हों के बारे में हमको बताया। അതിപ്പോഴ് 99% നിറവേറി കഴിഞ്ഞിരിക്കുക. और उसमें से 99% बातें पूर्तिकरण में हो गई है। എന്തും സംഭവിക്കാം. ഞാൻ ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ और जब मैं प्रचार कर रहा हूं तभी भी कुछ भी हो सकता है। ഈ പ്രസംഗം പൂർത്തീകരിക്കാൻ വേണ്ടി നിൽക്കുമെന്ന് ചിലപ്പോൾ അറിയത്തില്ല. और ऐसा भी भरोसा नहीं कि ये प्रचार खत्म होने तक शायद हम यहाँ रहेंगे। ആമേൻ. आमीन। ഒരു പക്ഷേ ഇത് നമ്മുടെ ലാസ്റ്റ് ആരാധനയായിരിക്കും. शायद ये हमारा अंत आराधना होगा। എൻ്റെ ലാസ്റ്റ് പ്രസംഗമായിരിക്കും. शायद मेरा ये अंत का प्रचार നമ്മുടെ होगा। ലാസ്റ്റ് ഹല്ലേലൂയ ആയിരിക്കും. ये शायद आपका अंत का हालेलुया होगा। ഇനിയുള്ളതെല്ലാം അങ്ങനെ ആയിരിക്കണം. और अभी आगे सब इस मनोभाव में हम बढ़ते रहे, കാരണം എന്ത് സംഭവിക്കാം. क्योंकि कुछ भी हो सकता है। ആമേൻ. आमीन। നമുക്കെല്ലാവർക്കും ദൃഷ്ടാന്തത്തിന് വേണ്ടി ഒരു രാജ്യം ഈ ഭൂമിയിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ പേര് ഇസ്രായേൽ. और हमको उदाहरण से देखने के लिए एक राज्य इस पृथ्वी में रखा है, वो इस्राएल। നമ്മുടെ ദൈവം ആരാണെന്ന് ബൈബിള് വായിച്ച് മനസ്സിലാകാത്തവന് ഇസ്രായേലിനെ നോക്കിയാൽ മനസ്സിലാവും. बाइबल देखकर हमारे परमेश्वर को जो समझ नहीं सकते, वो इस्राएल को देखकर परमेश्वर को समझ सकते हैं। കഴിഞ്ഞ ആഴ്ച ഞാൻ ഒത്തിരി ഒന്ന് ചിന്തിച്ചു. पिछले हफ्ते में बहुत सोच रहा था, ദൈവം ഏറ്റവും കൂടുതൽ വെറുക്കേണ്ടത് അവരെയാണ്. सच्ची में देखे तो परमेश्वर को सबसे ज्यादा नफरत इसराइलियों से होना चाहिए। ഏറ്റവും കൂടുതൽ വെറുക്കേണ്ടത് അവരെയാണ്. सबसे ज्यादा उनसे नफरत परमेश्वर को करना അവരെ चाहिए। നോക്കി കർത്താവ് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അവരോട് നീരസം തോന്നിയെന്ന്. और उनको देखकर परमेश्वर ने कहा भी है कि उनके प्रति मुझे बहुत निराशित महसूस हुआ। അതിനേക്കാളൊക്കെ എത്രയോ വേദനപ്പെടുത്തുന്ന കാര്യമാണ് യേശുവിനെ ക്രൂശിച്ച്. और उससे भी कितनी दर्दनाक चीज है कि यीशु को ही उन्होंने क्रूसित कर दिया। യേശു വന്നത് മരിക്കാനാണ്. यीशु आया मरने के लिए, പക്ഷെ അത് അവര് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. पर उनको वो कार्य और ले जाने की जरूरत नहीं थी, അതിന് അവര് കാരണമാണ്ട ആവശ്യമില്ല. और वो उसका कारण बने ऐसी जरूरत नहीं थी। യേശു കുഞ്ഞാടായിട്ട് വന്നതാ. यीशु मेमना बनकर आया, അവൻ യാഗമാകുക തന്നെ ചെയ്യും. और वो याग होकर ही रहेगा। അപ്പൊ ആ ശാപം കൂടെ അവർക്ക് കിട്ടി. और वो मारने का श्राप भी उनके ऊपर गिर गया। എന്നിട്ടും फिर भी ഈ ലോകത്തിലുള്ള സകല പുള്ളികളും അവരെ ഇല്ലാതാക്കാൻ നോക്കിയിട്ടു. इस दुनिया के सारे राज्यों ने उनको तबाह करने की चाहा तो भी ദൈവം പണ്ട് അവർക്കിട്ടൊരു ടാഗ്, ദൈവത്തിന്റെ ജനം. और परमेश्वर ने उनको पहले दिया हुआ एक व्यक्तित्व, परमेश्वर के बच्चे, അവത്തില ഇപ്പോഴും അവർ പിടിച്ചിരിക്കുന്നു. और वो उस व्यक्तित्व में पकड़ कर रुके हैं अभी भी। ഇന്ന് ദൈവത്തിന്റെ ജനം അവരല്ല, और आज परमेश्वर के बच्चे वो इस्राएली नहीं है, നമ്മള്. हम हैं। പക്ഷെ अന്ന് കിട്ടിയ ഒരു ടാഗ്, पर उस दिन उस जमाने में उनको मिला हुआ एक ദൈവത്തിന്റെ व्यक्तित्व മക്കൾ, था, वो परमेश्वर के बच्चे, ദൈവത്തിന്റെ ജനം. परमेश्वर के झुंड, അതിന്റെ ബലത്തിലായി ഇന്നും പിടിച്ചിരിക്കുന്നു. और उस धैर्य से आज भी आगे बढ़ रहे हैं वो। ആമേൻ. അത് നമുക്ക് ദൃഷ്ടാന്തമായിട്ട് അവരെ വെച്ചേക്കും. और हमारे सामने वो एक उदाहरण के रूप में रखा है।
അവർക്ക് അനുകൂലമായിട്ട് ആരും നിന്നാലും നിന്നില്ലേലും ആധികാരിക ജയം അവർക്ക് കിട്ടും. और जो भी उनके साथ रुके या ना रुके, अंत में जय उनका ही होने वाला है, കാരണം അവർ ജയിക്കാൻ വേണ്ടിയുള്ള ജന. क्योंकि वो झुंड है जो जीतने के लिए बने गए. അവർ പിറുപിറുക്കുമ്പോഴും ജയിച്ചവരാണ്. वो गुड़गुड़ाए तभी भी जीतते थे. അവര് യേശു ദൈവത്തിന് അവരോട് നീരസം തോന്നിയപ്പോഴും അവർ ജയിച്ചവരാണ്. परमेश्वर जब उनसे निराशित हुआ तभी भी वो जीते हुए थे. അവർ ഓൾവേസ് ജയിക്കാനുള്ളവരാണ്. क्योंकि वो सदा जीतने के लिए जन्मे हैं. ആമേൻ. നമ്മുടെ ചരിത്രം അത് തന്നെയാണ്. और हमारी भी इतिहास वैसे ही है. പാപം നമ്മളിൽ ഉള്ളപ്പോഴും നമ്മൾ തോക്കുമല്ല, ജയിക്കുവോ? जब हमारे अंदर पाप है तभी भी हम हार रहे नहीं, हम जीत रहे हैं. നമ്മുടെ ജഡത്തിൽ പാപം വസിക്കുമ്പോഴും നമ്മൾ വിജയത്തില്ല. हमारे शरीर में पाप निवास कर रहा है, फिर भी हम जय में कार्य करते നമ്മുടെ हैं. ജഡത്തിൽ പാപ സ്വഭാവം ഉള്ളപ്പോഴും നമ്മൾ ജയത്തിൽ നിന്ന് ജയത്തിലേക്കാണ്. और शरीर में पाप है तभी भी हम जय से जय के ओर जा रहे हैं. ശരീരത്തിൽ പാപമല്ല, പാപ സ്വഭാവം. शरीर में पाप का स्वभाव है तो भी हम जय से जय के ओर जा रहे हैं. ജഡത്തിൽ പാപം ഉണ്ടെങ്കിൽ അത് ജയത്തിൽ നിന്ന് ജയത്തിലല്ല, തോൽവിയിലോട്ട്. और शरीर में अगर पाप है तो हम जय में नहीं पर हम हार के ओर बढ़ रहे हैं. പാപത്തിന്റെ സ്വഭാവം पाप का स्वभाव നമ്മുടെ ജഡത്തിലുണ്ട്. अगर हमारे शरीर में है, എന്നിട്ടും നമ്മൾ ജയത്തിൽ നിന്ന് ജയത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കും. फिर भी हम जय से जय की ओर जा रहे हैं. ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. बहुत बार मैं ये सोचता हूँ, പാപമുള്ളവർക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. जिनके अंदर पाप है वो स्वर्ग नहीं जा सकता. പറ്റുമോ? नहीं. ഇല്ല. പക്ഷെ ജഡത്തിൽ പാപ സ്വഭാവം വസിക്കുന്ന നമ്മളെ ഇപ്പൊ എവിടെ ഇരുത്തിയേക്കുന്നത്? पर हम हमारे शरीर में जो पाप का स्वभाव है जिसमें हमको कहां पर बिठाया गया है? ബൈബിൾ എന്താ പറഞ്ഞു എവിടെ ഇരുത്തിയേക്കുന്നത്? बाइबल में क्या कहा गया है? स्वर्गीय स्थानों. തെറ്റിദ്ധരിക്കില്ല, പാപമുള്ളവർക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. ऐसे गलतफहमी नहीं रखना, जो जिनके अंदर पाप है वो स्वर्ग नहीं जा सकते. നമ്മളെ ആത്മമണ്ഡലത്തിൽ അവിടെ പോയിരിക്കുന്നു. पर आत्मिक स्तर पर हम उस स्वर्गीय स्थानों पर हैं. നമുക്ക് ആ അവസരം കിട്ടിയതിന് കാരണം എല്ലാ ദിവസവും പോകാൻ മറ്റവന് അവസരം കിട്ടിയിട്ടുണ്ട്. हमको ये स्वर्गीय स्थानों पर बैठने का मौका इसलिए मिला क्योंकि शैतान को भी हर दिन वहां पर जाने का मौका दिया गया. അവനും കിട്ടിയിട്ടുണ്ട്. उसको वो मौका मिला है. പക്ഷെ ഇനിയും അതവന്റെ ഇല്ലാതാകാൻ പോവാ. पर अभी उसका वो मौका उससे छीना जाने वाला है. പാപത്തിന്റെ ലെവലേശം ഇല്ലാത്ത പിശാചിന്റെ ഒരു ഇടപാടും ഇല്ലാത്ത ഒരു സ്വർഗം വെളിപ്പെടാൻ പോവാ. और ऐसा एक स्वर्ग प्रकट होने वाला है जहां पर कोई पाप नहीं, जहां पर शैतान का कोई प्रभाव नहीं. ഇപ്പൊ സ്വർഗത്തിൽ പാപമില്ല, तो स्वर्ग में അങ്ങനെ पाप ആരും नहीं പറഞ്ഞു है, പിടിപ്പിക്കല്ലേ. ऐसे कोई भी नहीं सिखाना. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് അവന് കയറി ചെല്ലാം. पर बीच बीच में शैतान जा पाता है. പക്ഷെ അവന് കയറി ചെല്ലാൻ പറ്റാത്ത ഒരു കാലം വരുവാ. पर ऐसा एक जमाना आ रहा है जहां पर वो प्रवेश नहीं कर पाएगा. അന്ന് നമ്മൾ അവിടെ. और उस दिन हम उस स्थान पर बैठे हैं. ഇന്ന് നമ്മൾ അവിടെ എത്തിയില്ല. आज हम वहां पहुंचे നമ്മുടെ नहीं हैं. പേര് പറഞ്ഞ അവൻ പോകുന്നു. हमारा नाम लेकर वो वहां നമ്മൾ അവിടെ जाता है. എത്തിക്കഴിഞ്ഞാൽ और हम वहां पहुंचने के बाद പിന്നെ അവൻ അവിടെ വരാൻ പറ്റത്തില്ല. फिर शैतान वहां पर नहीं आ सकता. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട സന്ദേശവും നമ്മൾ കേട്ടു. हमने बहुत एक आशीषित प्रचार को सुना. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനകത്ത് നടുവിലിരുന്നുകൊണ്ട് കഠിനപ്പെടുത്തുന്ന ഒരു ജനം. ऐसा एक झुंड जो परमेश्वर की उपस्थिति के अंदर रहते हुए दिल को कठोर बनाए. ദൈവശബ്ദത്തെ കേട്ടിട്ട് കഠിനപ്പെടുത്തിയ ഒരു ജനം. परमेश्वर की आवाज को सुनकर हृदय को कठोर അവരവിടെ किया हुआ ഇരിക്കുന്നെ? झुंड. कहाँ बैठे हैं वो? സാന്നിധ്യത്തിന് അകത്ത് എന്ന് പറഞ്ഞ ഒറ്റ വാക്കി പറഞ്ഞ ദൈവത്തിലിരിക്കുന്നു. उपस्थिति के अंदर मतलब एक शब्द में परमेश्वर के अंदर बैठे हैं. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. विश्वास कर रहा हूं आप समझ पाए. ഒരു കുട പോലെ സാന്നിധ്യം നിൽക്കുന്ന എൻ്റെ കീഴിൽ അവർ നിൽക്കുന്നു. और एक छाते के समान उपस्थिति है और उसके अंदर वो बैठे हैं. സാന്നിധ്യത്തിന്റെ കൂടല്ല അവര്, സാന്നിധ്യത്തിനകത്താ.
वो उपस्थिति के साथ में नहीं, उपस्थिति के अंदर है। ഞാൻ പറഞ്ഞ വാക്ക് മനസ്സിലായോ? क्या आप शब्द समझ पाए? സാന്നിധ്യത്തിന്റെ കൂടല്ല അവര്, സാന്നിധ്യത്തിനകത്ത്. वो उपस्थिति के साथ में नहीं, उपस्थिति के अंदर बैठे हैं। അതിനകത്തിരുന്നുകൊണ്ട് അവരുടെ ഹൃദയം കഠിനപ്പെടുത്തുക. वो उसके अंदर बैठकर हृदय को कठोर कर रहे हैं। മനസ്സിലാകുന്നുണ്ടല്ലോ? क्या आप समझ पा रहे हैं? പക്ഷെ അവർക്കവിടെ അപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിടുതൽ ഇപ്പുറത്തെ ഒരു സഹോദരി ഇന്ന് കേൾക്കുക. और उस समय उनके लिए जो छुटकारा हो रहा है उसके बारे में एक बहन सुन रही है। കേൾക്കുന്നേ ഉള്ളൂ, सिर्फ सुन रही है, കാണുന്നില്ല. देख नहीं रही। ഇൻഫർമേഷനായത്, उसको सिर्फ जानकारी मिल रही है। തേർഡ് പാർട്ടിയുടെ ഇൻഫർമേഷൻ, तीसरे व्यक्ति को जो जानकारी दिया जाता है, അല്ലേ? ഡയറക്റ്റ് ഇൻഫർമേഷൻ അല്ല, सीधा जानकारी नहीं, തേർഡ് പാർട്ടിയുടെ ഇൻഫർമേഷൻ. तीसरे व्यक्ति को जो जानकारी दिया ഈ जाता है। ഇൻഫർമേഷൻ ഇവിടെ കാതിലടിച്ചപ്പോൾ ये जानकारी जब इसके हृदय इसको सुनाई दिया, ഇവിടെ ഹൃദയം ഉരുകാൻ തുടങ്ങി. इसका हृदय पिघलने लगा। ഈ രണ്ടും കൂടെ നിങ്ങൾ ചിന്തിക്കണം. ये दोनों आपको सोचना है। സാന്നിധ്യത്തിനകത്തിരിക്കുന്നുണ്ട് ഹൃദയം കഠിനപ്പെടുന്നു. उपस्थिति के अंदर बैठे हुए लोगों का हृदय कठोर बन रहा है। സാന്നിധ്യത്തിൽ നിന്ന് കിലോമീറ്ററുകൾ അപ്പുറത്തിരിക്കുന്ന ഒരുത്തി, उपस्थिति से मीलों दूर बैठी एक स्त्री, സാന്നിധ്യത്തിൽ നടന്ന കാര്യം കേട്ടപ്പോൾ उपस्थिति में हुए चीजों के बारे में जब सुना, ഹൃദയം ഉരുകുകയാണ്. हृदय उसका पिघल रहा है। എൻ്റെ ചോദ്യം, मेरा सवाल, അപ്പോൾ ആ സാന്നിധ്യത്തിൽ നടക്കുന്ന കാര്യം കേട്ടാൽ, ആ കേൾക്കുമ്പോൾ ഹൃദയം ഉരുകത്തക്കണം പവർ അതിനുണ്ട്. तो उपस्थिति में जो हुआ है उसके बारे में जब सुना जा रहा है और उसका हृदय अगर पिघल रहा है तो उस सुनने में उतनी ताकत है। ഈ ഹൃദയം ഉരുകുന്നവൾ ഒരു വിശ്വാസിയല്ല, जिसका हृदय पिघल रहा है वो एक विश्वासी बहन नहीं है, അവൾ ഒരു പാപത്തിൽ വസിക്കുന്നവളാ. वो ऐसी स्त्री है जो पाप में निवास करती है। രണ്ടു കൂട്ടരെ നോക്ക്. दोनों झुंड को देखो। സാന്നിധ്യത്തിനകത്തിരിക്കുന്നവർ വിശ്വാസിയാ, जो उपस्थिति के अंदर बैठे हैं वो विश्वासी है, ദൈവത്തെ അറിയാം, परमेश्वर को जानते हैं, ദൈവത്തെ വിശ്വാസമുണ്ട്, परमेश्वर पर विश्वास ദൈവത്തെ है, കണ്ടോണ്ടിരിക്കുക, परमेश्वर को देखते हैं, वो ദൈവത്തെ രുചിച്ചോണ്ടിരിക്കുക. परमेश्वर को चख रहे हैं। അവർ കഠിനപ്പെടുമ്പോൾ, जब उनका हृदय कठोर बन रहा है, ഇതൊന്നും ഇല്ലാത്ത ആള്, वो बहन जिनके पास ये कुछ नहीं है, പാപത്തിൽ വസിക്കുന്ന ആള്, वो पाप में जी रही है, ഹൃദയം ഉരുക. उसका हृदय पिघल रहा है। അപ്പം പവർ ഇല്ലാഞ്ഞിട്ടല്ല, तो ऐसा नहीं कि उन कार्यों में सामर्थ्य नहीं है, സാന്നിധ്യം വേണ്ട ഒരാൾക്ക് മാറാൻ. उपस्थिति की जरूरत नहीं है एक व्यक्ति को बदलने സാന്നിധ്യത്തിൽ की। നടന്നതിനെ കുറിച്ചുള്ള കേൾവി മതി ഒരാൾക്ക് മാറാൻ. उपस्थिति में जो हो रहा है उसके बारे में सुनना काफी है एक व्यक्ति को बदलने के लिए। ആർക്ക്? പാപത്തിന്റെ അടിത്തട്ടി കിടക്കുന്ന ഒരാൾക്ക് ദൈവത്തിൽ വിശ്വസിച്ച് മാറ്റം വരാൻ ദൈവസാന്നിധ്യത്തിൽ നടന്ന ഒരു കാര്യം മതി, അതിനെക്കുറിച്ചുള്ള കേൾവി മതി. एक व्यक्ति जो पाप में जी रहा है और वो कार्य जो परमेश्वर को जानते हैं उनके बीच जो उपस्थिति में बीच कार्य हो रहा है वो सुनकर, परमेश्वर के बारे में सुनकर वो विश्वास से परिवर्तन आ रहा है। കാണണ്ട, देखने की जरूरत കാണാൻ नहीं है। വേണ്ട, നമുക്ക് उसे देखने की जरूरत नहीं है, ടേസ്റ്റ് ചെയ്യാൻ വേണ്ടെന്ന്, उसे चखने की जरूरत नहीं है, കേൾക്കാൻ വേണ്ടെന്ന്, उसे सुनने की जरूरत नहीं। എവിടെയെങ്കിലും നടന്നത് कहीं पर भी जो हुआ, ആരെങ്കിലും വന്നു പറഞ്ഞാ മതി, कोई भी आकर उससे कहना काफी എനിക്ക് है, മാറ്റം വരുമെന്ന്. मेरे अंदर बदलावट आएगा। അപ്പം ദൈവ സാന്നിധ്യത്തിൽ നടക്കുന്ന ഒരു കൊച്ചു കാര്യത്തിന് പോലും അത്രയും പവറുണ്ട്.
परमेश्वर के उपस्थिति में होने वाले सबसे छोटी चीज को भी उतना श्रेष्ठ सामर्थ्य है। പിടികിട്ടിയോ തമ്മിലുള്ള ഇത്? इसका फर्क क्या हम समझ पाए? എൻ്റെ ചോദ്യം, मेरा सवाल, അത്രയും പവറുള്ള ഒരു ഇൻസിഡന്റ് കേട്ടാൽ ഒരാൾക്ക് ഇത്രയും മാറ്റം വരുമെങ്കിൽ, ആ കേൾവിക്ക് ഇത്രയും പവർ ഉണ്ടെങ്കിൽ, അത് ഒറിജിനലി നടക്കുന്നിടത്ത് എന്തോ പവർ ആയിരിക്കും. तो वो जो घटना हुई है उसके बारे में सुनकर अगर एक के अंदर बदलावट आना है, अगर उसमें उतना सामर्थ्य है, तो वास्तविकता में जहां पर हुआ है उधर कितना ज्यादा सामर्थ्य होगा। ഇപ്പം ഞാനത് മനസ്സിലാക്കാൻ പറഞ്ഞാൽ, समझा कर देता हूं। ഇവിടെ ഇപ്പം കർത്താവുണ്ട്, यहां पर परमेश्वर है, ഇവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കുക. इस जगह पर परमेश्वर का कार्य हो रहा है। ഇത് ഈ സൺഡേ പോകുന്ന ഒരാൾ, और इस रविवार जो व्यक्ति लौट कर जाता है, മൺഡേയിലോ ട്യൂസ്ഡേയിലോ വെനസ്ഡേയിലോ സാറ്റർഡേക്ക് മുമ്പായിട്ട് ഒരാളോട് പറയുന്നു, शनिवार के पहले दूसरे एक व्यक्ति से इन कार्यों के बारे में उसने जानकारी ആ बांटी। വ്യക്തി കർജ്ജത്തിലാന്ന് വിചാരിക്കുക. वो व्यक्ति कर्जत में रहता है, सोचिए। ഈ ഇൻസിഡന്റ് ഞാൻ പറയാം. ये घटना में समझाता हूं। ഡോംബോലി സ്റ്റേഷന്റെ അരികിൽ ദൈവം ചെയ്ത ഒരു ദൈവപ്രവൃത്തി, डोंबिवली स्टेशन के पास परमेश्वर ने किया हुआ एक कार्य, ഇവിടെ അറ്റൻഡ് ചെയ്ത ഒരാൾ यहाँ पर अटेंड किया हुआ एक व्यक्ति ചെന്ന് കർജ്ജത്തിൽ ശനിയാഴ്ച പറയുന്നു, जाकर शनिवार को कर्जत में एक व्यक्ति ने बांटा। ഞായറാഴ്ച കർജ്ജത്തിൽ ഇരിക്കുന്ന ഒരു വേശ്യ സ്ത്രീയുടെ ബന്ധനം പൊട്ടുന്നു. और रविवार को एक कर्जत के एक वेश्या स्त्री का बंधुआई टूट जाता है। നടന്നത് ഞായറാഴ്ചയാ, यहाँ पर घटना रविवार को हुआ। കർത്താവ് വന്നത് ഡോംബോലിയില, परमेश्वर डोंबिवली में आया, സാന്നിധ്യം ഇറങ്ങിയത് ഡോംബോലിയില, उपस्थिति डोंबिवली में उतरी, അത്ഭുതം നടന്നത് ഡോംബോലിയില. चमत्कार डोंबिवली में हुआ। പക്ഷേ ഒരാഴ്ച കഴിഞ്ഞ് पर एक हफ्ते बाद ഇത് കേട്ടപ്പം जब ये सुना ഒരാടെ ബന്ധനം അഴിഞ്ഞെങ്കിൽ एक व्यक्ति का बंधुआई टूट कर गया, അവിടെ നടന്നതിനേക്കാൾ എത്ര പവർ ആയിരിക്കും ഇവിടെ. वहां पर जो कार्य हुआ उससे कितने ज्यादा सामर्थ्य में यहां पर हुआ होगा। അതിനകത്ത് ഇരുന്നിട്ട് നമുക്ക് കൈയടിക്കാൻ പറ്റുന്നില്ല, पर उसके अंदर बैठकर हम ताली नहीं विश्वसिക്കാൻ बजा पा പറ്റുന്നില്ല, रहे, हम विश्वास नहीं कर पा रहे, രുചിക്കാൻ പറ്റുന്നില്ല, हम चख नहीं पा रहे, കാണാൻ പറ്റുന്നില്ല. हम देख नहीं पा रहे। അവര് കണ്ടില്ല, उन्होंने देखा भी नहीं, വേറൊരാള് പറഞ്ഞ കേട്ടതാ, दूसरे एक व्यक्ति പക്ഷെ से അവർക്ക് सुना, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നു. पर वो अनुभव कर पा रही എനിക്ക് है। കാണാൻ കിട്ടിയിട്ട് പറ്റുന്നില്ല, मुझे देखने का मौका मिला, ടേസ്റ്റ് फिर ചെയ്യാൻ भी കിട്ടിയിട്ട് പറ്റുന്നില്ല, चखने का मौका मिला, फिर भी അനുഭവിക്കാൻ नहीं, കിട്ടിയിട്ട് പറ്റുന്നില്ല. अनुभव करने मिले, फिर भी नहीं बदल रहे। ഇപ്പൊ പിടികിട്ടിയോ क्या हम समझ पा रहे? എന്തുകൊണ്ട്? ऐसा क्यों हो रहा है? ഇതാ എന്റെ ചോദ്യം. मेरा सवाल ये है। ഒന്നോ രണ്ടോ മൂന്നോ അത്ഭുതം അല്ല ഇവർ കണ്ടേ, और इन्होंने एक या दो या सिर्फ 3 चमत्कार को नहीं देखा। ആണോ? ഒരു ദിവസമാണ് സാന്നിധ്യം അനുഭവിച്ചതോ 40 ദിവസം വർഷമോ? क्या उन्होंने सिर्फ एक दिन के लिए उपस्थिति अनुभव की या 40 साल के लिए? ആഴ്ചയിൽ ഒരിക്കലോ എവറി ഡേയോ? और हफ्ते में सिर्फ एक बार या हर दिन कर रहे थे? ഇപ്പൊ എന്റെ ചോദ്യം, मेरा सवाल, നോർമൽ ആളുകളുടെ അവസ്ഥയും ഇവരുടെ അവസ്ഥയും തമ്മിൽ ഇവർക്ക് തിരിച്ചറിയാമോ? साधारण व्यक्तियों की जो रीति है और इनकी जो रीति है, इनमें क्या इनको फर्क समझ आ रहा है? ഇല്ല, ഇവർ नहीं आ रहा। യൂസ് ടു ആയി. क्योंकि ये इसके साथ ये परिचित हो गए हैं। ഇവരുടെ ചിന്ത വേൾഡ് ഫുള്ള് മേഘമാന്ന. उनके सोच में दुनिया पूरा इस बादल के नीचे है। ഇവരുടെ ചിന്ത വേൾഡ് മുഴുവൻ അഗ്നിയാന്ന. उनके सोच में दुनिया पूरा इस आग के खंबे के नीचे है। 40 വർഷം ഇട്ടതാ, और 40 साल से वही सोच में बढ़ रहे हैं। വേറൊരു എക്സ്പീരിയൻസ് അവർക്കില്ല. दूसरा एक कोई अनुभव उनको नहीं है। പറ, ഇടയ്ക്ക് മാറി പോകുന്നുണ്ടോ? क्या बीच में कोई अनुभव बदल ഈ रहा है? മേഘം മാറുന്നുണ്ടോ? ഇല്ല. क्या बादल എങ്കിലല്ലേ बदलता है? അറിയത്തുള്ളൂ. तो ही वो समझ पाएंगे। കണ്ണ് തുറന്നാൽ മേഘസ്തംഭം,
आँख खोला तो बादल का കണ്ണടയ്ക്കുമ്പോഴും खंभा। മേഘസ്തംഭം, और आँख बंद कर रहा है तभी भी ഉറങ്ങാൻ बादल का പോകുമ്പോഴും खंभा। മേഘസ്തംഭം. सोने जा रहे हैं तभी എഴുന്നേറ്റ് भी बादल വരുമ്പോഴും का മേഘസ്തംഭം. खंभा। उठकर आ रहे हैं तभी भी ഇതാ बादल നമുക്ക് दिखाई दे പറ്റിയ रहा है। കുഴപ്പം. हमारा यही दिक्कत हुआ है। പിടികിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. मैं विश्वास कर रहा हूं कि हम समझ पाए। നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത് ഒരു 20 വർഷം മുമ്പ് അനുഭവിച്ചാണോ? हम आज जो अनुभव कर रहे हैं क्या 20 साल पहले हमने ये अनुभव किया था? ആദ്യമായിട്ട് യോഗത്തിന് വന്നതെന്ന് ചിന്തിച്ച്. पहले बार हम मीटिंग में आए उसके बारे में सोचिए। അന്ന് നമുക്കിതെല്ലാം പുതിയതായിരുന്നു. तभी सब हमारे लिए ये नया था। നമുക്കൊരു പ്രത്യേക സന്തോഷം, हमारे अंदर एक खास ഒരു खुशी, പ്രത്യേക ചൈതന്യം. हमारे अंदर एक खास हमको ताजगी महसूस हो रही थी। അപ്പം ചിന്തിച്ചേ, सोचिए ഓരോ വർഷം കഴിഞ്ഞപ്പോൾ ഇത് യൂസ് ടു ആയി. हर साल गुजरा तो हम इससे परिचित हो गए। നമുക്കിപ്പോൾ എല്ലാം സാധാരണ. हमारे लिए अभी ये सब साधारण बन गया है। അമ്മ കറക്റ്റ്? क्या मैं सही हूं? അപ്പം നമുക്കിവിടെ വിശ്വസിക്കാൻ ഇനി ഇതിൻ്റെ അപ്പുറത്ത് നടക്കണം. तो अभी अगर हमको विश्वास करना है तो इन चीजों के पार कुछ होना पड़ेगा। ഇനി വേറെ വണ്ടേഴ്സ് ഇറങ്ങണം. तो और नया चमत्कार यहां उतरना है। പക്ഷേ കർത്താവിനെ അറിയാത്ത ഒരാൾക്ക് ഒന്നും ഇറങ്ങണ്ട. ഇവിടുത്തെ ഒരാളുടെ പനി മാറിയെന്ന് കേട്ടാൽ മതി, അവൻ വിടുവിക്കപ്പെടും. पर परमेश्वर को जो नहीं जानता है उसको इस कोई भी बात की जरूरत नहीं। पर इस घर के एक व्यक्ति का बुखार हट गया, वो अनुभव को वो सुने, उसके लिए वो काफी है। അതേ രക്തസ്രാവക്കാരത്തി സ്ത്രീ ചെയ്തോളൂ. लहू से पीड़ित वो स्त्री ने वही किया था। അവള് കേട്ടു, उसने सुना, യേശുവിനെ കുറിച്ചുള്ള കേട്ടു. यीशु के बारे में सुना। അവള് പറഞ്ഞു, ഞാൻ പോയി വസ്ത്രത്തിന്റെ വെളുമ്പി തൊടു. उसने कहा कि उस वस्त्र के चोटी पर जाकर मैं छू കൂടെ നടക്കുന്നവർക്ക് പുളിയെ ഉരുമിയിട്ടൊന്നും അറിയാനില്ലെന്ന്. जो साथ चल रहे थे उसने उनको छुआ फिर भी कुछ अनुभव नहीं किया। ഇടിച്ച് തെള്ളിയിട്ട് അറിയുന്നില്ലെന്ന്. धक्का देकर भी कुछ अनुभव नहीं പക്ഷേ किया। അവള് തൊട്ടപ്പ അറിഞ്ഞെന്ന്. पर जब उसने छुआ उसने अनुभव किया। നമുക്കെന്താ ഇത് പറ്റാത്തേ? हमारे लिए क्यों नहीं हो रहा? നമ്മൾ ഇതിനകത്ത് അങ്ങ് ഫെമിലിയർ ആയെന്ന്. हम इस उपस्थिति से परिचित हो गए। നമുക്ക് ഇഷ്ടമുള്ളപ്പോ കൈയടിക്കും, हमको लगेगा तो हम ताली നമുക്ക് बजाएंगे, ഇഷ്ടമുണ്ടെ പാട്ട് പാടും, हमको पसंद आए तो നമ്മൾ गीत गाएंगे, ഇഷ്ടമുണ്ടെങ്കിൽ ഡാൻസ് ചെയ്യും. हमको अच्छा लगे तो നമ്മുടെ नाचेंगे। മൂഡ് അനുസരിച്ച് നമ്മൾ ചെയ്യാൻ പഠിച്ചു. ഇവിടെ हमारे मूड के हिसाब से कार्य करना हम सीख നമ്മൾ गए, ഫെമിലിയർ ആയി. हम परिचित हो गए। കാരണം കർത്താവ് ഇവിടുന്ന് പോകത്തില്ല. क्योंकि परमेश्वर यहां से नहीं കാരണം जाएगा, കർത്താവിന് നമ്മുടെ സ്വഭാവം അല്ലല്ലോ. क्योंकि परमेश्वर को हमारा स्वभाव नहीं ഞാൻ है। പറഞ്ഞ മനസ്സിലായോ? यस, കർത്താവ് പറഞ്ഞ 2-3 പേർ എന്റെ പേര് പറഞ്ഞു കൂടിയ ഞാൻ അവിടെ വരും. परमेश्वर ने वायदा दिया है जब 2 या 3 मेरे नाम में इकट्ठे होंगे मैं वहां रहूंगा। നമുക്കറിയാം हम जानते हैं കർത്താവ് വരും. परमेश्वर आएगा। ഞാൻ കൈയടിച്ചാലും കൈയടിച്ചില്ലെങ്കിലും കർത്താവ് ഇവിടെ കാണും. मैं ताली बजाओ या ना बजाओ प्रभु यहाँ रहेगा। എനിക്ക് ആവശ്യമുള്ളപ്പോൾ ഞാൻ വിശ്വസിക്കും. मुझे लगे तभी मैं विश्वास करूंगा। യൂസ് ടു ആ. परिचित हो गया हूं। ഇസ്രായേൽ അതേ ചെയ്തുള്ളൂ. इस्राएल ने वही किया। വെള്ളം കുടിക്കാൻ കിട്ടാഞ്ഞപ്പോ കരഞ്ഞു. जब पानी नहीं मिला तब वो रोए, അവർക്ക് വെള്ളം കിട്ടി. उनको पानी मिल गया, പിന്നെ അവർ ഓക്കെയാ. फिर वो सही हो എവറി गए। ഡേ മന്ന കിട്ടാൻ തുടങ്ങി. रोज मन्ना मिलने लगा। ആദ്യം ഭയങ്കര ചലഞ്ചായിരുന്നു മന്ന. पहला मन्ना उनको एक चेतावनी പിന്നെ थी। ചോദിക്കാൻ തുടങ്ങി ഇതെന്താന്ന്. फिर वही पूछने लगे ये क्या है। പിന്നെ ബൈബിളിൽ പറഞ്ഞു ഇതൊരു സാധാരണ അപ്പമായിട്ട് അവർക്ക് തോന്നി. फिर वचन कहता है कि उनको ये मन्ना एक साधारण रोटी जैसे दिखने लगी। ഇതാണ് നമുക്ക് പറ്റുന്നത്. यही दिक्कत हमारे साथ भी നമുക്കെല്ലാം होती है। സാധാരണമായി. हमको ये सब साधारण हो गया है। ഒന്ന് നോക്കിക്കേ, പണ്ട് നമുക്കൊരു വിഷയം നമുക്കുണ്ടായാൽ നമ്മൾ കർത്താവിനോട് അപ്രോച്ച് ചെയ്യുന്നതും ഇന്ന് ആ ഒരു വിഷയം ഉണ്ടായാൽ അപ്രോച്ച് ചെയ്യുന്ന സ്റ്റൈൽ നോക്ക്. ये देखिए कि पहले अगर कोई संकट आती और परमेश्वर के हम पर पास जाने का तरीका
अलग था और आज अगर कोई संकट आए और परमेश्वर के पास जाने का मनोभाव कितना फर्क है। ആമേ. ഇനി ഞാൻ അതിനൊന്ന് മനസ്സിലാക്കാൻ പറഞ്ഞു, समझा कर देता हूं। നിങ്ങൾക്ക് പിടികെട്ട. നമ്മളിപ്പോൾ ആശുപത്രിയിൽ ഒരു അസുഖത്തിന് പോവാം. हम अस्पताल में एक रोग के कारण जा रहे हैं। എൻ്റെ ചോദ്യം, मेरा सवाल, അത് ആ ഹോസ്പിറ്റലിൽ പോകാനുള്ള പണം നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? उस अस्पताल में जाने का पैसा अगर हमारे पास नहीं है तो हम क्या करेंगे? നമ്മൾ പ്രാർത്ഥിക്കും. हम प्रार्थना करेंगे, പ്രാർത്ഥിക്കും. प्रार्थना करेंगे, കാരണം പൈസ കൊടുക്കാനില്ല. क्योंकि देने के लिए പിന്നെ पैसा ആരെ नहीं है। സൗഖ്യം ചെയ്യാനുള്ളൂ? तो कौन चंगाई देगा फिर हमको? കർത്താവേ ഉള്ളൂ. सिर्फ परमेश्वर ही। പൈസ ഉണ്ടായിരുന്നല്ലോ. अगर पैसा होता तो? ആശുപത്രി പോകുന്നത് തെറ്റാണെന്നല്ല ഞാൻ ഈ പറയുന്നത്. मैं ये नहीं कह रहा कि अस्पताल जाना गलत है, ഞാൻ അങ്ങനെയല്ല പറയുന്നത്. मैं वैसे नहीं बता रहा। നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഞാൻ പറയുക, हमारे मन- കർത്താവിനോടുള്ള ആറ്റിറ്റ്യൂഡ്. परमेश्वर के प्रति हमारे मनोभाव के बारे में सिखा रहा हूं। എല്ലാത്തിനകത്തും അങ്ങനെ എടുത്തു വെച്ച് നോക്ക്. സഭീ നമ്മളെ കൊണ്ട് സാധിക്കുമെങ്കിൽ നമ്മൾ ആദ്യം അതേ ചെയ്യൂ. अगर वो काम हमसे हो सकता है तो हम वही करेंगे। നമ്മുടെ ബുദ്ധി കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മൾ ആദ്യം ചെയ്യും. जो हमारे बुद्धि में हम कर सकते हैं हम वो पहला करेंगे। അത് കുളമായി കഴിയുമ്പോൾ ദൈവത്തിനടുക്ക് വരും. जब वो पूरा खराब हो गया है പക്ഷേ फिर परमेश्वर के पास പക്ഷേ जाएंगे। ഇറങ്ങിയപ്പോ എന്താ പറഞ്ഞേ? जब निकले तब क्या എന്റെ कहा? ഇഷ്ടമൊന്നും വേണ്ട, मेरी इच्छा नहीं എനിക്ക് चाहिए, അങ്ങയുടെ ഇഷ്ടം മതി. सिर्फ आपकी इच्छा काफी है प्रभु। നാനൂറ്റി വർഷം കടന്ന് എന്താ പറഞ്ഞു? 430 साल रुककर क्या कहा? കരയുമായിരുന്നു, रो रहे थे, നിലവിളിക്കുമായിരുന്നു, गुड़गुड़ा जो है पुकार വിടുവിക്കണം എന്ന് रहे थे, പറയുമായിരുന്നു. छुटकारे के लिए पूछ रहे थे। വിടുവിച്ചു കഴിഞ്ഞപ്പോഴോ छुड़ाने के बाद വിടുവിച്ച ദൈവത്തോട് പിറുപിറുക്കാൻ തുടങ്ങി. जिस परमेश्वर ने छुड़ाया उसके विरोध वो गुड़गुड़ाने लगे। ഞങ്ങളെ എന്തിനാ ഇവിടെ കൊണ്ടുവന്ന്? हमको यहाँ क्यों लाया? അപ്പൊ നമുക്കെന്താ പറ്റിയേ? हमारे अंदर क्या प्रॉब्लम हो? ഇടയ്ക്കിടയ്ക്ക് കർത്താവ് നമ്മളെ ഒന്ന് വിട്ടിട്ട് മാറി നിന്നായിരുന്നെങ്കിൽ बीच बीच में परमेश्वर നമുക്ക് ഇതിന്റെ വാല്യൂ മനസ്സിലായില്ലേ? अगर बीच बीच में परमेश्वर हमसे हटकर बाजू में रुकता तो हमको इसका मूल्य समझ आता। ഞാൻ പറഞ്ഞ പിടി കിട്ടിയോ? क्या हम समझ पाए? അത് മനസ്സിലാക്കാൻ പറഞ്ഞുതരാം. समझा कर देता हूँ। ഇവിടെ അങ്ങനെ പറയാം. ഞങ്ങളുടെ കേരളത്തിലുള്ള ഒരു പ്രത്യേകതയാണ്, केरला में ये खासियत है മിക്ക പുരുഷന്മാർ ഗൾഫില്ല. और जो है घर के पति पुरुष जो है वो गल्फ में रहते हैं। 2 വർഷത്തിൽ ഒരിക്കൽ അവധിക്ക് നാട്ടിൽ വരും. 2 साल में एक बार गांव में छुट्टी के लिए आएंगे। ഈ 2 വർഷം കഴിഞ്ഞ് കാണുമ്പോഴും 2 മാസം കണ്ടുകൊണ്ടിരുന്ന 2 മാസം കഴിയുമ്പോഴും തമ്മിലുള്ള ആ ബന്ധം നോക്കിയേ. 2 साल बाद आकर मिलना और छुट्टी में 2 महीने रुके उस है ना? समय का अनुभव, तभी दोनों का फर्क देखिए। ഞാൻ പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് കർത്താവ് ഒന്ന് മാറി നിൽക്കണം. मैं कहता हूं कि परमेश्वर कुछ समय हमसे हटकर रुकना चाहिए എന്നിട്ട് കർത്താവ് കാണാൻ വരണം. और फिर परमेश्वर हमसे मिलने ഒന്ന് आए। നോക്കിക്കേ, അങ്ങനെ ആയിരുന്നെങ്കിൽ. जरा भावना कीजिए अगर ऐसे होता। ഇപ്പോൾ സപ്പോസ് भावना कीजिए ഇന്ന് കർത്താവ് കാണാൻ വന്നു, आज परमेश्वर ഇനി मिलने 1 आए, മാസം കഴിഞ്ഞ് വരൂ. फिर 1 महीने बाद ही आएगा। നമുക്കറിയാവുന്ന അടുത്ത ഡേറ്റ് നവംബർ മാസം 12-ാം തീയതി കർത്താവ് കാണാൻ വരും. हमको पता है अगला डेट नवंबर 12 को परमेश्वर मिलने आएगा। അങ്ങനെയാണെങ്കിൽ അന്ന് നമ്മുടെ എക്സൈറ്റ്മെന്റ് എന്തായിരിക്കും? अगर वैसा है तो उस दिन हमारी उत्साह कैसी നമ്മുടെ होगी? ഒരുക്കം എന്തായിരിക്കും? हमारी तैयारी कैसे होगी? നമ്മുടെ പ്രതീക്ഷ എന്തായിരിക്കും? हमारी उम्मीद कितनी बड़ी होगी? ഇതെന്താ ഡെയിലി ഇല്ലാത്ത? हर दिन हमारे अंदर ऐसे क्यों नहीं है? കാരണം നമ്മുടെ കൂടെ സ്ഥിരമുണ്ട്. क्योंकि हर दिन वो हमारे साथ है।
ഇതാ ഇസ്രായേലിന് പറ്റിയേ. इसराइलियों को यही प्रॉब्लम हुआ. അവര് പറഞ്ഞു ഈ പെട്ടകം മാറ്റിയിട്. उन्होंने कहा ये संदूक को हटाओ. ഈ എഴുന്നേക്കുമ്പോ പെട്ടകം, उठते समय संदूक, നോക്കുമ്പോ പെട്ടകം, देखते हैं तो संदूक, തിരിയുമ്പോ പെട്ടകം, जब घूमे तो ഒന്നും संदूक, സംസാരിക്കാൻ പറ്റത്തില്ല, बात नहीं कर ഒന്നും सकते, തിരിയാൻ പറ്റത്തില്ല, घूम नहीं सकते, ഫുള്ള് പെട്ടകം, सब संदूक फुल नियंत्रण दैव, कर, पूरा परमेश्वर എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക. हर वक्त देखते रहता है. ഇതാ നമുക്ക് പറ്റിയേ. हमारे जिंदगी में यही प्रॉब्लम हुआ है. അനങ്ങാൻ സമ്മതിക്കത്തില്ല, हिलने के लिए नहीं തിരിയാൻ देता, സമ്മതിക്കത്തില്ല. घूमने नहीं देता, നമ്മുടെ ഇഷ്ടത്തിന് അനങ്ങാനേ. हमारे इच्छा के अनुसार कार्य കർത്താവ് करने. അനങ്ങാൻ സമ്മതിക്കില്ലെന്ന് നീ അനങ്ങിക്കോളാൻ പറയും. ऐसा परमेश्वर ऐसा नहीं कहेगा कि तुम കർത്താവ് मत വെച്ചൊരു घूमो. സന്തോഷമുണ്ട്. परमेश्वर ने रखी एक എനിക്ക് ആ आनंद. സന്തോഷമല്ല വേണ്ടേ, मुझे वो आनंद എനിക്ക് नहीं എന്റെ चाहिए, സന്തോഷം വേണം. मुझे मेरी खुशी चाहिए. അതിനേക്കാൾ മുകളിലാണ് കർത്താവ് വെച്ചേക്കുന്ന സന്തോഷം. परमेश्वर की आनंद रखी जो है वो उससे भी बड़ी है. അതിലൊക്കെ സ്വിച്ച് ഓൺ ചെയ്യാൻ എനിക്ക് ചില ബുദ്ധിമുട്ടുണ്ട്. मैं उसके और घूमने के लिए मुझे थोड़ा तकलीफ है. അതിലേക്ക് സ്വിച്ച് ഓൺ ചെയ്യാൻ എന്റെ ജഡം മരിപ്പിക്കണം. अगर वैसे घूमना है तो मेरे शरीर को മരിക്കാത്തൊരു मराना. ജഡം ഉള്ളപ്പോ जब ना मरने वाला एक എനിക്ക് शरीर है, കർത്താവിലേക്ക് തിരിയാൻ ബുദ്ധിമുട്ടുണ്ട്. परमेश्वर की ओर मुड़ने की तकलीफ है मुझ में. ഞാൻ പറയുന്നത് പിടികിട്ടിയോ? क्या हम समझ पा रहे हैं? ഇവിടെ ജംഗ്ഷൻ ഇട്ടുകൊണ്ട് ഞാൻ കാര്യം പറയാൻ പോവാം. और यहाँ पर इस बात को रखकर मैं आगे बातों को समझाने वाला हूं. ശ്രദ്ധിച്ചു കേൾക്കുക. ध्यान से सुनना. നമ്മളുടെ തുടക്കം ദൈവത്തില, ക്രിസ്തുവില്ല. हमारी शुरुआत मसीह में है, परमेश्वर में है. അങ്ങനല്ലേ? वैसा ही है. സംശയമില്ലല്ലോ. कोई शक नहीं है ना? സകല മനുഷ്യനും ഉളവായത് ആരിൽ നിന്ന്? और सारे मनुष्य का उत्पन्न किससे हुआ है? ആരിൽ നിന്നാ? परमेश्वर से, ക്രിസ്തുവിൽ നിന്ന്. मसीह से हुआ है. യോഹന്നാനിലുണ്ട്. യോഹന്നാ के सुसमाचार में वो वचन है. ക്രിസ്തുവിനെ കൂടാതെ ആരും ഉളവായിട്ടില്ല. मसीह के अलावा किसी और से कोई उत्पन्न नहीं हुए हैं. അപ്പം നമ്മുടെ ഉൽപ്പത്തി ക്രിസ്തുവിൽ. हमारी उत्पत्ति मसीह में है. ക്രിസ്തുവിൽ നിന്ന് അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന്, അതായിരിക്കും ഇച്ചൂടെ നല്ലത്. ദൈവത്തിൽ നിന്ന് ആദമിലോട്ട് നമ്മളെ ആരായിട്ട് കൈമാറി? മക്കളായിട്ട് കൈമാറി. परमेश्वर से आदम की ओर हमें कैसे भेजा? बच्चे बनाकर भेजा. നമ്മുടെ എല്ലാവരുടെയും അപ്പനായി ആദമിനെ ഈ ഭൂമിയിലോട്ട് വെച്ചു. और हम सबका पिता बनाकर आदम को इस पृथ्वी पर അതുകൊണ്ടാണ് നമ്മളെ ആദാമ്യ സന്തതി എന്ന് പറയുന്നത്. इसलिए हमें आदम के संतान बुलाते हैं. മനസ്സിലായോ? ആദമിന്റെ അപ്പന്റെ പേരെന്താ? आदम के पिता का नाम क्या है? എന്തുവാ? ദൈവം. ദൈവത്തിന്റെ മകൻ ആദമെന്നാണ് സുവിശേഷത്തിൽ പറഞ്ഞത്. और समाचार में ये बताया गया है परमेश्वर का बेटा आदम. അപ്പോ ദൈവത്തിന്റെ മകൻ ആദമാണ് നമ്മുടെ അപ്പൻ. परमेश्वर का बेटा आदम हमारा पिता है. यस. അപ്പം നമ്മളെല്ലാവരും ആദമിലിരിക്കുന്ന ആരായിട്ടാ? ദൈവത്തിന്റെ മോനായിട്ട്. तो हम सब आदम के अंदर क्या बनकर निवास कर रहे हैं? परमेश्वर का बेटा बन. അങ്ങനെയാണെങ്കിൽ പുതിയ നിയമത്തിലെ വാക്കിൽ അവകാശികളായിട്ടാണ് ഇരിക്കുന്നത്. तो नए करार का वचन हम वारिस बनकर बैठे हैं. അല്ലേ? നമ്മൾ അധികാരമുള്ളവരായിട്ടാണ് ഇരിക്കുന്നത്. हम अधिकारी लोग हैं. അവകാശികളായിട്ടാണ് ഇരിക്കുന്നത്. हम वारिस हैं. തേജസ്സുള്ളവരായിട്ടാണ് ഇരിക്കുന്നത്. हम महिमा भरे हैं. സ്വർഗീയനോട് സമരായിട്ടാണ് ഇരിക്കുന്നത്. स्वर्गीय रूप से जो है समानता रखने वाले व्यक्ति हैं. ക്ലിയർ ആണല്ലോ? ഏദനിൽ വരെ ഓക്കെ. एदन तक ठीक है. ഏദനിൽ നമ്മുടെ അപ്പൻ ലംഘനം നടത്തി. एदन वाटिका में हमारे पिता ने अपराध किया. തോട്ടത്തിന് പുറത്തോട്ട് മോൻ ഇറങ്ങിയോ ദാസൻ ഇറങ്ങിയോ? वाटिका के बाहर क्या बेटा आया या दास आया?
ദാസൻ ഇറങ്ങി. दास बाहर आया. മോൻ എങ്ങനെ ദാസനായി? बेटा दास कैसे बन गया? ഈ മാറ്റം മനസ്സിലാവുന്നുണ്ട്. ये बदलावट हमको समझना है. ഇനിയും അവിടോട്ട് ഞാൻ വരാം. उस भाग की ओर मैं आऊंगा. ഈ ദാസൻ ഇച്ചിരൂടെ നടന്ന് എന്തായി? ये दास थोड़ा और चलने के बाद वो क्या बन गया? അടിമയായി. गुलाम बन गया. പഴയ നിയമമാണ് ഞാൻ ഈ പറയുന്നത്. पुराना करार बता रहा हूं. മകനായിരുന്നു ഏദനിൽ. एदन में बेटा था. 4-ാം അധ്യായത്തിൽ എത്തിയപ്പോഴത്തേക്കും ദാസനായി. 4थे अध्याय में वो दास बन गया. അവിടുന്ന് നടന്ന് അടിമയായി. चल चलकर आगे जाके गुलाम बन गया. സുവിശേഷകൻ എഴുതിയപ്പോൾ പിശാചിന്റെ മോനായി. सुसमाचार लिखने वाले ने लिखा वो शैतान का बेटा बन गया. പിശാചിന്റെ മക്കളെന്നാ. जब यूहन्ना ने लिखा उसने कहा शैतान के संतान. പാപം ചെയ്യുന്നവനെല്ലാരാ? जो पाप करता है वो कौन है? പിശാചിന്റെ മക്കൾ, शैतान के संतान है. തുടക്കം നമ്മൾ ആരായിരുന്നു? शुरुआत में हम कौन थे? परमेश्वर के बेटे. ഇപ്പൊ എവിടെ എത്തി? पर अभी किस स्थान में पहुंच गए? അപ്പൻ മാറോ? क्या पिता बदलता है? എന്റെ ചോദ്യം, मेरा सवाल. തുടക്കത്തിൽ നമ്മുടെ അപ്പൻ ആരാ? शुरुआत में हमारा पिता कौन है? ആദം. आदम. അവന്റെ അപ്പൻ ആരാ? उसका पिता कौन ദൈവം. है? परमेश्वर है. ഇപ്പൊ നമ്മൾ ആരുടെ മക്കളായി? और अभी हम किसके बच्चे बन गए? ബൈബിൾ പറയുന്നത് എന്താ? वचन क्या कहता है? പിശാചിന്റെ മക്കൾ. शैतान के बच्चे बन गए. പിതൃത്വം എങ്ങനെ മാറിയേ? ये पिता का औहदा कैसे बदल गया? ഇനി എഫേസ്യർ 2:1 വായിച്ചേ. एफिसियों की पत्री 2 अध्याय उसका पहला आयत हम पढ़ेंगे. उसने तुम्हें भी जिलाया जो अपने अपराधों और पापों के कारण मरे हुए थे. അവിടെ എന്താ എഴുതിയേക്കുന്നത്? वहां क्या लिखा है? അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച നമ്മൾ. अपने अपराधों और पापों के कारण मरे हुए हम. അപ്പൊ നമ്മൾ ശവ. तो हम लाश है. ഏതാള് മരിച്ചു? कौन सा व्यक्ति मर गया? ആദമിനോട് എന്താ പറഞ്ഞേ? आदम से क्या कहा? നന്മ തിന്മകളെ തിരിച്ചറിയേണ്ട വിഷയത്തിന്റെ ഫലം നീ തിന്നാൽ തിന്നാൾ നീ മരിക്കും. सही गलत के वृक्ष के अगर तू खाएगा तो तू उस दिन मरेगा. അപ്പൊ മരിച്ചതാരാ? तो उस फल को खाने के बाद कौन मरा? എടാ മോൻ മരിച്ചു. बेटा मर गया. പകരം ഒരു മോൻ മരിക്കാതെ നിനക്ക് ജീവിക്കാൻ പറ്റത്തില്ല. उसके बदले अगर एक बेटा नहीं मरेगा तो तब तक तू जीवित नहीं हो सकता. ഹലോ, മകൻ മരിച്ചെന്ന്, बेटा मर गया. മരിച്ച ശവം പുറത്തു വിട്ടു. ഇത് ദാസനാ. मरा हुआ लाश बाहर निकाल कर कहा അതുകൊണ്ട് ये നമ്മുടെ दास है. ജഡത്തെ നോക്കിട്ട് എന്താ പറഞ്ഞേ? इसके लिए शरीर ഇത് को देखकर മണ്ണിൽ कहा, നിന്നെടുത്ത മണ്ണാ. ये मिट्टी से उठाया हुआ मिट्टी है. ഇത് വെറും ദാസനാ. ये सिर्फ
दास है। ഇന്നാ പിശാച് പിടിച്ചോ ദാസനെ. हे शैतान, दास को पकड़ ले। ഈ ദാസനെ നിനക്ക് അടിമയാക്കാം. तू इस दास को गुलाम बना सकता ഈ है। ദാസനെ നിനക്ക് നിന്റെ മോനാക്കാം. इस गुलाम को तू तेरा बेटा बना सकता है। എന്നാൽ ഇവന്റെ അകത്തൊരു മകനുണ്ട്. पर इसके अंदर एक बेटा ഞാൻ है। അതിനുവേണ്ടി തിരിച്ചു വരും. मैं उसके लिए वापस आऊंगा। ഞാൻ അത് മടങ്ങി വരും. मैं वो लौट कर അത് आऊंगा। ഞാൻ തിരിച്ചു പിടിക്കും. वो मैं फिर से അത് पकड़ूंगा। ഞാൻ തിരിച്ചു പിടിക്കും. वो मैं फिर से അന്ന് जीतूंगा। വരെ ഇവൻ ദാസനായിരിക്കാം. उस दिन तक ये दास रहेगा। അന്ന് വരെ ഇവൻ അടിമയായിരിക്കാം. उस दिन तक ये गुलाम रहेगा। അന്ന് വരെ ഇവൻ നിന്റെ മോനായിരിക്കാം. उस दिन तक वो शायद പക്ഷെ तेरा ഞാൻ बेटा തിരിച്ചു होगा। പിടിക്കും. जब मैं फिर से उसे जीतूंगा। ദൈവത്തിൽ നിന്ന് ആദമിലോട്ട് കൈമാറിയ ജനനമാണ് മരിച്ചത്. परमेश्वर से आदम के ओर जो जन्म दिया गया वो जन्म मर गया। അതുകൊണ്ടാണ് ഞാൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് ജനിക്കുന്നു എന്ന് എഴുതിയേക്കുന്നത്. इसके लिए जब मैं यीशु मसीह पर विश्वास करता हूं, वचन ये कहता है कि मैं परमेश्वर में उत्पन्न हुआ हूं। आमीन। എടാ, ആദമീന്ന് ജനിച്ചത് അടിമയാകും. जो आदम से जन्म ले वो गुलाम बनेगा। ആദമീന്ന് ജനിച്ചത് ദാസനാവും. जो आदम से जन्म लिया वो दास बन जाए। ആദമീന്ന് ജനിച്ചത് പിശാചിന്റെ മോനാവും. जो आदम से जन्म പക്ഷേ लिया ഞാൻ शैतान का ദൈവത്തിൽ बेटा ജനിച്ചാൽ बनेगा। अगर मैं परमेश्वर से പിന്നെ जन्म लूं ഒരിക്കലും അടിമയാവത്തില്ല. तो कभी गुलाम नहीं ഒരിക്കലും बनेगा, ദാസനാവത്തില്ല. कभी दास नहीं ഒരിക്കലും बनेगा, ഞാൻ പിശാചിന്റെ മോനാകത്തില്ല. कभी शैतान का बेटा नहीं बनेगा। ഇപ്പൊ ക്ലിയർ ആയോ? क्या हमको स्पष्ट हो गया? ഞാൻ അതുകൊണ്ടാ കഴിഞ്ഞ ആഴ്ച പറഞ്ഞപ്പോ പറഞ്ഞ് पिछले हफ्ते सिखाते समय इसलिए कहा ആദമീന്ന് ഉണ്ടായത് ഹവ്വ. आदम से उत्पन्न हुई हवा। ആദമിൽ നിന്ന് ഉണ്ടായത് ഹവ്വ. आदम से उत्पन्न हुई हवा, ആദം ജനിപ്പിച്ചത് കയീൻ. पर आदम ने कईन को जन्म दिया। പിടികിട്ടിയോ? क्या हम समझ पाए? എത്ര പേർക്ക് പിടികിട്ടി? कितने लोग समझ पाए? ആദമിന്റെ കരുത്തിൽ നിന്നുണ്ടായത് കയീൻ. आदम के सामर्थ में जन्म लिया कईन, ആദമിൽ ദൈവിക ഇടപെടൽ ഉണ്ടായിട്ട് പുറത്തു വന്നത് ഹവ്വ. और आदम में परमेश्वर के मुठभेड़ के द्वारा उत्पन्न हुई हवा। ആമേൻ. അബ്രഹാമിന്റെ കരുത്തിൽ നിന്നുണ്ടായത് ഇശ്മായേൽ. इब्राहिम के सामर्थ से जन्म लिया इश्माएल ने, അബ്രഹാമിൽ നിന്ന് ദൈവിക ഇടപെടലിൽ ഉണ്ടായത് ഇസാക്ക്. और परमेश्वर के मुठभेड़ के द्वारा इब्राहिम से इसहाक का जन्म हुआ। ആമേൻ. അബ്രഹാമിന്റെ കരുത്തിലല്ല ഇസഹാക്ക് ഉണ്ടായേ. इब्राहिम के काबिलियत में नहीं इसहाक का जन्म हुआ, നിർജീവത്വത്തിലാ ഇസഹാക്ക് ഉണ്ടായത്. और इब्राहिम के निर्जीव अवस्था के अंदर से इसहाक का जन्म हुआ। നിർജീവത്വത്തിലെ ദൈവത്തിന്റെ ഇടപെടൽ. उस निर्जीव अवस्था में परमेश्वर का मुठभेड़। ആദമേ, നിന്റെ നിർജീവത്വത്തിലാ ദൈവത്തിന് ഇടപെടാനുള്ളത്. आदम तेरे निर्जीव अवस्था से परमेश्वर को मुठभेड़ करना है। അവിടെ നിന്ന് ഹവ്വ പുറത്തു വരുന്നത്. उसके अंदर से हवा बाहर आएगी। എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട് ഇത്? कितने लोग समझ पा रहे हैं? എവിടെയാ നിർജീവത്വം ഉണ്ടാണ്ട്? ये निर्जीव अवस्था कहाँ होनी നിന്റെ है? ജഡത്തിലാ ഉണ്ടാണ്ട്. आपके शरीर में നിന്റെ होना, ആത്മാവിലല്ല ഉണ്ടാണ്ട്. आपके आत्मा में അതുകൊണ്ട് नहीं। ജഡത്തെ മരിപ്പിക്കണമെന്ന് നീ പറയുന്നത്. इसके लिए कहते हैं इस शरीर को हर दिन मारे। ചലിക്കാത്തൊരു ജഡം, ऐसा शरीर जो कार्य नहीं करता, പ്രതികരിക്കാത്തൊരു ജഡം. ऐसा शरीर जो प्रतिक्रिया അതുകൊണ്ടാ नहीं करे, പറഞ്ഞത് dead to sin. इसके लिए कहता है पाप के प्रति मरना। ഇപ്പൊ ശ്രദ്ധിച്ചേ, ध्यान से सुनना। ദൈവത്തിൽ നിന്ന് സ്വീകരിച്ചതിന് ഏതന് പുറത്തു കൊണ്ടുവരാൻ, ഏതനിൽ കൊണ്ടുവരാൻ ആദമിന് കഴിഞ്ഞില്ല. जो परमेश्वर से स्वीकार किया आदम वो एदन में ला नहीं पाया। പകരം എന്തെടുത്തു? ഏതന് പുറത്ത്
മരിച്ച ഒരു കൂട്ടം സന്തതികളെ അവനുണ്ടാക്കി. पर उसने क्या किया, एदन के बाहर मरे हुए एक संतान के पीढ़ी को जन्म दिया. അതാ 2:1 പറയുന്നത് എഫേസ്യർ. और एफेसियों അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച ശവത്തെയാണ് അവൻ സൃഷ്ടിച്ചത്. इसलिए इफिसियों के दूसरे अध्याय के पहले में लिखा है, अपराधों और पापों के कारण मरे हुए वैसे एक संतान की पीढ़ी को उसने बाहर അവരെ लाया. ആര് ജീവിപ്പിച്ചെന്ന് എഴുതിയേക്കുന്നത്? उसको किसने जो है जिलाया, ऐसे कहा है, उसने तुम्हें भी जिलाया. നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അതെന്ത് ചെയ്യും? उसने तुम्हें भी जिलाया जो अपने अपराधों और पापों के कारण मरे हुए थे. അപ്പൊ ആരാ ഉയർപ്പിച്ചേ? किसने जिलाया? उसने, യേശു. यीशु ने जिलाया. അതുവരെ മരിച്ചവരാ. तब तक मरे हुए. ഈ വേൾഡിലുള്ള സകലയൊന്നും ശവ. ये दुनिया के सभी लोग लाश है. നീ ആ ജീവനുള്ള ആള്. आप जीवित व्यक्ति है. നീ ഉയർക്കപ്പെട്ട ആള്. आप जिलाए गए നീ व्यक्ति है. താമസിക്കുന്ന ശവത്തിന്റെ കൂടാ. आप लाश के साथ जी रहे हो. ശവത്തിന്റെ വായിൽ നിന്ന് നാറ്റമേ വരൂ. लाश के मुंह से सिर्फ दुर्गंध ही आता है. ശവത്തിന്റെ വായിൽ നിന്ന് നിന്നെ സന്തോഷിപ്പിക്കുന്ന വാക്ക് വരത്തില്ല. लाश के मुंह से आपको खुशी दे ऐसी बात नहीं ശവത്തിൽ आएगी. നിന്ന് പുഴുക്കളെ പുറത്തു വരൂ. लाश से सिर्फ कीड़े ही आते हैं. പിടികിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. क्या हम समझ पाए? അപ്പനായിരിക്കാം, അമ്മയായിരിക്കാം, पिता होगा, माँ होगा, കുടുംബക്കാരായിരിക്കാം, നാട്ടുകാരായിരിക്കാം. परिवार के होंगे, गांव के होंगे. ഈ വാക്യം വെച്ചവര് ശവ. वचन कहता है कि वो लाश है. മരിച്ച ഡെഡ് ബോഡിയാ. मरे हुए लाश है वो. അവിടെ ജീവനുള്ള ഒരാളേ ഉള്ളൂ. वहां जीवित एक ही व्यक्ति है. അതാണ് നീ. वो आप हो. അതാണ് നീ. वो आप हो. ജീവൻ വെച്ച ഒരു ശരീരമേ ഉള്ളൂ. जीवन रखा हुआ एक ही शरीर है. ജീവൻ കേറിയ ഒരു ശരീരമേ ഉള്ളൂ. जीवन चढ़ा एक ही അതാ शरीर है. ഞാനും നീയും. वो आप और मैं है. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ഇനി ശ്രദ്ധിക്കുക. अभी ध्यान देना. ആദമിൽ നിന്ന് ദാസനുണ്ടായി, അടിമയുണ്ടായി, പിശാചിന്റെ മോനുണ്ടായി. आदम से बेटा बना, फिर दास बना, गुलाम बना, शैतान का संतान बना. സ്വർഗം പറയുന്നു മകൻ മരിച്ചു. परमेश्वर कह रहा है कि बेटा मर गया. ആദം മരിച്ചു. आदम मर എന്റെ गया. മക്കളില്ലാതായി. मेरे बच्चे नहीं रहे. സ്വർഗം പറഞ്ഞു परमेश्वर कहता है മകൻ മരിച്ചില്ലേ, बेटा मरा, ഞാൻ അതുകൊണ്ട് ഒരു മകനെ മരിക്കാൻ തരിക. इसके लिए मरने के लिए मैं एक बेटा सौंपता हूं. ആദം അറിഞ്ഞുകൊണ്ട് മരണം ഏറ്റെടുത്തു. आदम ने जानकर मृत्यु को स्वीकार किया. ഒടുക്കത്തെ ആദം ഒരു മരണം ഏറ്റെടുക്കാൻ പോവാ. अंत का आदम भी एक मृत्यु को स्वीकार करने वाला है. ഒന്നാമത്തെ ആദം പാപത്തിന്റെ മരണം ഏറ്റെടുത്തു. पहले आदम ने पाप के मृत्यु को स्वीकार किया. ഒടുക്കത്തെ ആദം പാപത്തിനു വേണ്ടി മരണം ഏറ്റെടുത്തു. अंत का आदम पाप के लिए उसने मृत्यु को स्वीकार किया. ഒന്നാമത്തെ ആദം പാപം ചെയ്തു മരണം ഏറ്റെടുത്തു. पहले आदम ने पाप कर कर पाप को स्वीकार ഒടുക്കത്തെ किया. ആദം ഒരു പാപവും ചെയ്യാതെ മരണം ഏറ്റെടുത്തു. अंत का आदम बिना कोई पाप किए उसने मृत्यु को എന്തിനു വേണ്ടി? स्वीकार किया. എന്തിനു किसके लिए? വേണ്ടി? എന്റെ മരണം ഇല്ലാതാകാൻ, मेरा मृत्यु हट जाने के लिए, എന്റെ ജീവൻ തിരിച്ചു വരാൻ. मेरा जीवन लौट आने के എത്ര लिए. പേർക്ക് മനസ്സിലാവുന്നുണ്ട്? कितने लोग समझ पा रहे हैं? ക്ലിയറായി? स्पष्ट हो गया हमको? ഇല്ലെങ്കിൽ കൈ ഉയർത്തിയാൽ മതി, ഞാൻ പറഞ്ഞു തരാൻ വീണ്ടും. नहीं तो हाथ उठाए, मैं फिर समझा कर दूंगा. കർത്താവ് എന്താ ചെയ്തെന്ന് മനസ്സിലാകാതെ പോലെ प्रभु ने जो किया उससे अनजान हम ना रहे. ഒന്നാമത്തെ ആദം पहला आदम പാപം ചെയ്ത് पाप किया, മരണത്തെ സ്വീകരിച്ച് मृत्यु को स्वीकार कर कर ദാസനെ പ്രസവിച്ചു. दास को जन्म दिया, അടിമയെ പ്രസവിച്ചു. गुलाम को जन्म दिया, പിശാചിന്റെ മോനെ പ്രസവിച്ചു. शैतान के बेटे को जन्म दिया. ക്ലിയറായി? स्पष्ट हो गया? ഒന്നുകൂടെ പറയുന്നു. और एक बार कहता हूं,
ഒന്നാമത്തെ ആദം पहले आदम ने പാപം ചെയ്ത് पाप कर कर മരണം സ്വീകരിച്ച് मृत्यु स्वीकार की, മരണം സ്വീകരിച്ചത് അവൻ. उसने मृत्यु स्वीकार की। കർത്താവ് പറഞ്ഞായിരുന്നു परमेश्वर ने कहा था उसको തിന്നാ മരിക്കും, खाएगा तो मरेगा। അല്ലാതെ തിന്ന് കഴിഞ്ഞപ്പോ കൊടുത്ത ഒരു കാര്യമല്ല അത്. खाने के बाद ये निर्देश नहीं दिया। മരണം എന്തെന്ന് അറിഞ്ഞിട്ട് മരണം സ്വീകരിച്ച मृत्यु क्या है ये जानकर उसने स्वीकार की। ആദമിന് അറിയത്തില്ല മരിക്കുമെന്ന്, यस, അറിഞ്ഞിട്ട് അവൻ മരിച്ച. मृत्यु वो आदम जानता था कि वो मरेगा। പാപം ചെയ്ത് पाप किया, മരണം സ്വീകരിച്ചു. मृत्यु को स्वीकार किया। ഏത് മരണം? कौन सा मृत्यु? പാപത്തിന്റെ ശമ്പളമായ മരണം സ്വീകരിച്ചു. पाप का जो तनख्वाह है वो मृत्यु स्वीकार किया। പക്ഷെ എഫേസ്യർ പറയുന്നു पर एफिसियों की पत्री പാപം കൊണ്ട് कहती है മാത്രമല്ല മരണം, सिर्फ पाप के कारण मृत्यु नहीं हुई, അതിക്രമം കൊണ്ടും മരണം. पर अपराधों के कारण भी मृत्यु हुई है। ഈ രണ്ട് വാക്കുകൾ പഠിക്കണം കേട്ടോ, ये दोनों भी शब्द हमको पढ़ना है। പാപവും അതിക്രമവും. ये पाप और अपराध ഞാനത് ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്, मैंने वो लिख कर रखा है, ഞാനതൊന്ന് വായിക്കാം. वो मैं आपके लिए पढ़ना चाहूंगा। എഫേസ്യർ 2:1 एफिसियों की पत्री 2 अध्याय 1 आयत। ഒന്ന് അതിക്രമം, ട്രസ്പാസ് पहला अपराध, ഉപയോഗിച്ചേക്കുന്ന നമ്മുടെ ട്രസ്പാസ് എന്നുള്ള വാക്ക്. ये अपराध करना, ये शब्द उपयोग किया है। അതിനെ ഗ്രീക്ക് കൊടുത്തിരിക്കുന്നത് പാരറ്റോമ എന്നാണ്. और उसमें ग्रीक में पैराटोमा ये शब्द उपयोग किया है। പാരറ്റോമ, PRAPTOMA, പാരറ്റോമ. पैराटोमा, അങ്ങനെ പറഞ്ഞ പി സൈലന്റ് വരും. वहाँ पर പാരറ്റോമ. पैराटोमा। അതിന് ബൈബിള് 4 അർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട്. और बाइबल उसको 4 अर्थ देता है। ഒന്ന് पहला, അൺഇൻറ്റൻഷണൽ എറർ, और ऐसा एक गलती जो उद्देश्य पूर्वक नहीं किया है। ബോധപൂർവം അല്ലാത്ത പിശക്. ऐसी गलती जो മലയാളം അറിയാവുന്നവർക്കത്. जो ऐसी गलती जो उद्देश्य पूर्वक नहीं की है। അൺഇൻറ്റൻഷണൽ എറർ. പിന്നെ അടുത്തത് ഫോളിങ് എവേ, വീഴ്ച. दूसरा है गिर जाना। 3 ഡീവിയേഷൻ, വ്യതിചലിച്ചു പോവുക, तीसरी जो है ഡീവിയേറ്റ് ആകുക. दिशा बदल जाना। 4 ഒഫൻസ്, വഴുതി പോവുക. और चौथा जो है चोट लगना या चोट खाना। ഈ പറഞ്ഞ വാക്കുകളെല്ലാം ശ്രദ്ധിക്ക്, ഇതൊക്കെ അറിയാതെ പറ്റുന്ന, ये सारे अर्थों को देखो, ये अनजान तौर पर हुई हुई बातें हैं। അറിയാതെ ചെയ്താലും ആൻസർ മരണം. अनजान अज्ञान होकर किया तो भी उसका उत्तर मृत्यु है। നമ്മളൊക്കെ പറയുമായിരുന്നു, കർത്താവേ വന്നുപോയി, പറ്റിപ്പോയതാ, ക്ഷമിക്കണം. हम ये कहते थे, प्रभु हम नहीं जानते थे, गलती से हो गया है। മനുഷ്യനല്ലേ പറ്റിപ്പോമെന്ന്. हम मनुष्य है, गलती हो जाती है, അതിന്റെ പേര് അതിക്രമം. और उसे अपराध कहा അത് गया है। നിമിത്തവും മരണം ഉണ്ടാവും. उसके कारण भी मृत्यु होती है। അപ്പൊ അങ്ങനെയാണെങ്കിൽ പാപം എന്താ? അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. तो फिर पाप क्या है? सब जानकर ഹമാർട്ടിയ करने എന്നുള്ള वाला। ഗ്രീക്ക് വാക്കായന് हमार्टिया का ग्रीक अर्थ उपयोग किया है। അതിന് പല അർത്ഥങ്ങളുണ്ട്, 1-2 ഞാൻ പറയാം. बहुत अर्थ है, 1-2 में आपसे ഒന്ന് बांटता हूं। മെയിൻ ഫെയില്യൂർ, പരാജയം, നമ്മുടെ വരുന്ന പരാജയം. एक हमारा पराजय जो हमको होता है। 2 ഫോൾട്ട്. दूसरा जो है गलती। 3 മിസ്സിംഗ് ദ മാർക്ക്. तीसरा जो है लक्ष्य चुक जाना। മനസ്സിലാവും? ലക്ഷ്യം കാണാതെ പോവുക, പരാജയപ്പെടുക, തെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതെല്ലാം കൊടുത്തിരിക്കുന്ന സിൻ, ഹമാട്ടിയ, പാപം. और हमार्टिया सिन जो है वो उसका अर्थ ये है, जानबूझकर हम जो करते हैं वो सब पाप है। എന്നാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർമ്മയില്ലാതെ അല്ലെങ്കിൽ അറിവില്ലാതെ, അറിവില്ലായ്മയിൽ നമ്മൾ ചെയ്യുന്നതെല്ലാം അതിക്രമം എന്ന് പറയും. पर अज्ञान रूप पे, अनजाने रूप में हम जो भी किए उसको सब अपराध कहा गया ഇത് है। 2 ചെയ്താലും ആൻസർ മരണം. ये दोनों करे तो भी इसका उत्तर एक है ഈ मृत्यु। 2ന്റെയും ശമ്പളം മരണം. और इन दोनों की तनख्वाह मृत्यु है। ആദം പക്ഷേ ട്രസ്പാസ് അല്ല ചെയ്തത്, സിന്നാ ചെയ്തത്. आदम ने वहां पर अपराध नहीं पर पाप किया। ബോധപൂർവം ചെയ്തു. उसने
जानबूझकर वो पाप किया। അൺഇന്റൻഷണൽ അല്ല, ഇന്റൻഷണൽ അവൻ ചെയ്തു. ऐसा नहीं कि वो अनजान था पर उसने जान के वो किया। കാരണം അവൻ അറിയായിരുന്നു മരിക്കും, वो जानता था कि मरेगा, തിന്നാ മരിക്കും, खाएगा तो मरेगा, തിന്നാൻ പാടില്ല. नहीं खाना है। അവൾ മരണം പാപം ചെയ്ത് ഏറ്റെടുത്തതാണ്. तो पाप कर कर उसने मृत्यु को स्वीकार ഞാൻ किया। പറഞ്ഞ പിടി കിട്ടിയോ? यस, പാപം ചെയ്ത് മരണം ഏറ്റെടുത്തു. पाप कर कर मृत्यु को स्वीकार किया। ഏറ്റെടുത്തിട്ട് അവൻ ആരെ സൃഷ്ടിച്ചു? ദാസനെ സൃഷ്ടിച്ചു. मृत्यु स्वीकार कर कर किसको जन्म दिया? उसने दास को जन्म दिया। മകനെയാണ് പ്രസവിക്കേണ്ടത്. सच में बेटे को जन्म देना था। മരണം ഏറ്റെടുത്തപ്പോ जब मृत्यु को स्वीकार किया അവൻ ദാസനെ പ്രസവിച്ചു. उसने दास को जन्म दिया। അപ്പൊ ദാസന്മാരെ പ്രസവിക്കുന്ന ആരാ? तो कौन लोग दास को जन्म देते മരണം हैं? ഏറ്റെടുത്തവർ. जिन्होंने मृत्यु को स्वीकार किया। ജീവനുള്ളവരോ पर जो जीवित है മക്കളെ പ്രസവിക്കും. वो बच्चों को जन्म देता है। आमीन। പിടികിട്ടി വരുന്നുണ്ടോ? क्या हम समझ पा रहे हैं? നിന്റെ അകത്തും മരണം ഉണ്ടെങ്കിൽ, अगर आपके अंदर मृत्यु है, നിന്റെ അകത്തും മരണം വസിക്കുന്നെങ്കിൽ आपके अंदर मृत्यु निवास നിനക്ക് करते हैं, മക്കളെ പ്രസവിക്കാൻ പറ്റത്തില്ല. आप बच्चों को जन्म नहीं दे सकते। ദാസന്മാരെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. आप सिर्फ दासों को ही जन्म दे അടിമയെ सकते हैं, ഉണ്ടാക്കാൻ പറ്റൂ. गुलामों को ही जन्म दे सकते हो। പിശാചിന്റെ സന്തതിയെ ഉണ്ടാക്കാൻ പറ്റൂ. शैतान के बच्चों को जन्म दोगे आप। ഇത് ഓർമ്മയിലിരിക്കണം. ये ध्यान में रहना है। വരും ദിവസങ്ങളിൽ ഇത് നമ്മൾ പഠിക്കും. आने वाले दिनों में इसके നമ്മുടെ बारे में തലമുറ सीखेंगे। എന്താ ഇങ്ങനായേ? हमारे बच्चे ऐसे क्यों बन गए हैं? ദൂത് പിടികിട്ടിയെന്നുണ്ടോ? हम इस वाणी को समझ पा रहे हैं। അവന്റെ മാനസാന്തരത്തിന് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നമ്മുടെ മരണം എടുത്തു മാറ്റണം. बच्चे के मन फिरावट के लिए प्रार्थना करने से पहले हमारे अंदर के मृत्यु को എന്റെ निकाल दे। മരണത്തിന്റെ റിസൾട്ടാ അവന്റെ അടിമത്തം. मेरे मृत्यु का परिणाम है उसकी गुलामी। എന്റെ മരണത്തിന്റെ റിസൾട്ടാ അവന്റെ ദാസ്യത്വം. मेरे अंदर की मृत्यु का परिणाम है उसका दासत्व। എന്റെ മരണത്തിന്റെ റിസൾട്ടാണ് അവൻ പിശാചിന്റെ മോനായേ. और मेरे अंदर की मृत्यु के कारण वो शैतान का संतान बन गए। ഞാൻ ഈ പറഞ്ഞ പിടികിട്ടിയോ? क्या हम ये समझ पाए? നമുക്കൊക്കെ പെട്ടെന്ന് അങ്ങ് ആവേശവും അപ്പനും അമ്മയും ഒക്കെ ആയി കഴിയുമ്പോൾ പാസ്റ്ററെ മോന്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. हम माता पिता होने के बाद हमारे अंदर ये उत्साह है बेटे के हमें मन फिरावट के लिए अनुसरण प्रार्थना करें। पास्टर वो बात सुनता नहीं है। അവൻ അനുസരണം കേട്ടാ वो अनाज्ञाकारी है। റൂട്ട് നിന്റെ മരണ, पर उसका जड़ तुम्हारा നീ मृत्यु है। സ്വീകരിച്ച മരണം. वो मृत्यु जो आपने स्वीकार എങ്ങനെ किया। നീ മരണം സ്വീകരിച്ചു? आपने मृत्यु को कैसे स्वीकार किया? നീ ലംഘിച്ചു. आपने अपराध किया। നീ ട്രസ്പാസ്, നിന്റെ അതിക്രമം, आपका अपराध है उसका നിന്റെ कारण। പാപം. आपका पाप है उसका कारण। എങ്ങനെ കൈൻ കൊലപാതകനായേ? कईन कैसे हत्यारा बन ആരും गया? കൊന്നു കാണിച്ചില്ലല്ലോ അവനെ. हत्या कर कर किसी ने भी नहीं सिखाया। അന്ന് വരെ ഒരുത്തനും കൊലപാതകം ചെയ്തിട്ടില്ല. तब तक किसी ने भी हत्या नहीं പിന്നെ അങ്ങനെ की। അവൻ കൊന്നു. फिर ये कईन ने कैसे हत्या എടാ, की? നീ അറിഞ്ഞോണ്ട് മരണം സ്വീകരിച്ചു. हो तूने जानकर मृत्यु को स्वीकार നീ किया। ജനിപ്പിച്ചു കൊലപാതകത്തെ. तूने हत्या को जन्म दिया। നീ കൈനെ അല്ല ജനിപ്പിച്ചേ, तूने कईन को जन्म നീ नहीं दिया। കൊലപാതകനെ ജനിപ്പിച്ചു. तूने हत्यारे को जन्म दिया। അവൻ ജനിക്കേണ്ടത് കൊലപാതകനായിട്ടല്ല. और उसका जन्म हत्यारा बनकर അവൻ नहीं होना है। ജനിക്കേണ്ടത് ദൈവത്തിന്റെ മോനായിട്ടാ. और उसका जन्म परमेश्वर का बेटा मानकर होना था। അവൻ ജനിക്കേണ്ടത് വ്യഭിചാരിയായിട്ടല്ല. उसको व्यभिचारी बनकर नहीं जन्म लेना അവൻ था। ജനിക്കേണ്ടത് ദൈവത്തിന്റെ മോനായിട്ടാ. उसे परमेश्वर का बेटा बनकर जन्म लेना है। അനുസരിക്കാത്ത കുഞ്ഞിനെ നീ തല്ലുന്നതിന് മുമ്പ് ആദ്യം നീ നിനക്കിട്ട് തല്ലണം. वो बच्चा जो बातें नहीं मानता है उसको मारने से पहले आपको मार मिलना चाहिए। നീയാണ് അവന്റെ അനുസരണക്കേടിന് കാരണം. उस बच्चे का आज्ञा न मानने का कारण आप हो। ക്ലിയർ ആവുന്നുണ്ടോ?
क्या हमको ये स्पष्ट है? ബൈബിളിൽ നിന്ന് റൂട്ട് എടുത്ത് തരിക. बाइबल में से सारे वचन को रखकर जड़ दिखा रहा हूं. ദൈവത്തിന് പശു പറ്റിയോ? ഇല്ല. क्या परमेश्वर से गलती हो गई? नहीं. പെർഫെക്റ്റ് പീസ് ആദമിനെ അങ്ങോട്ട് സൃഷ്ടിച്ചു നിർത്തിയത്. और आदम को सिद्ध मनुष्य बनाकर, पीस बनाकर वहां पर रुका അതിന്റെ है. തെളിവാ ആദമിൽ നിന്നുണ്ടായതും ആദമിനെ പോലെ വരണം. उसका सबूत है कि आदम से जो उत्पन्न हुई वो आदम के जैसे ही. അതാണ് ഹവ്വ. वो है हव्वा. ഇതിനെ രണ്ടിനെയും കണ്ട ദൈവത്തെ പോലെ. इन दोनों को देखे तो परमेश्वर के जैसे दिखते हैं. ഇതായിരുന്നു ദൈവത്തിന്റെ സംവിധാനം. ये परमेश्वर का संविधान था. അടുത്തത് ഇവര് രണ്ടിൽ നിന്ന് ജനിക്കേണ്ടത് കയീൻ, അതും ദൈവത്തെ പോലെ. और इनमें से जो जन्म लेना था कईन, वो भी इनके समान परमेश्वर के ഇതായിരുന്നു समान ദൈവത്തിന്റെ दिखे. സംവിധാനം. ये परमेश्वर का संविधान ഇവൻ എന്ത് था. ചെയ്തു? इसने क्या किया? മരണത്തെ ഏറ്റെടുത്തവൻ. आदम ने मृत्यु को स्वीकार किया. എങ്ങനെ? അനുസരണക്കേട് കാണിച്ച്, कैसे? अनाज्ञाकारी बनकर, ലംഘിച്ച്. अपराध करते हुए. അതിന്റെ പേരാ സിൻ. उसका नाम है पाप. ലംഘിക്കുന്നതിന്റെ പേരാ സിൻ. जो अपराध करे उसे पाप कहा जाता है. പുറത്തു വന്നു, बाहर आया. കൊലപാതകൻ എന്ന ദാസനെ ഇറക്കി വിട്ടു. हत्यारा नामक दास को वहां पर भेजा. അടുത്ത തലമുറ അടിമകൾ. अगली पीढ़ी गुलाम बन गए. ഭൂമി നിറയുക ആരെ കൊണ്ട്? അടിമകളെ കൊണ്ട്. दुनिया भर रही है किससे? गुलाम लोगों से. അതുകൊണ്ടാണ് റോമറിൽ പോൾ എഴുതി വെച്ചൊരു വാക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ ദാസ്യത്വത്തിൻ്റെ ആത്മാവിനെയല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്ര പ്രാപിച്ചത്. और इसके लिए रोमियो के पत्री में पौलोस ने ये व्यक्त रूप से लिखकर रखा, 8वां अध्याय 15वां आयत, क्योंकि तुमको दासवता की आत्मा नहीं मिली कि फिर भयभीत हो, परंतु लेपा लकपन की आत्मा मिली है, जिससे हम हे अब्बा, हे पिता कहकर पुकारते हैं. അപ്പോൾ ശ്രദ്ധിച്ചേ, എങ്ങനെ ഇത് കിട്ടിയ? हमको वो कैसे मिला? അപ്പോൾ നമ്മുടെ ഹിസ്റ്ററി ജനിക്കേണ്ടത് മോനായിട്ടാണ്. और हमारी इतिहास यह है कि हमको बेटा बनकर जन्म लेना है. ദൈവത്തിൻ്റെ മോനായിട്ടാണ് ജനിക്കേണ്ടത്. परमेश्वर का बेटा बनकर जन्म लेना പക്ഷെ था. ആദം നമ്മളെ ദാസൻ, അടിമ, പിശാചിന്റെ മോൻ ഈ ടാഗില ജനിപ്പിച്ചു. पर आदम ने हमको दास, गुलाम, शैतान का संतान, इस व्यक्तित्व में जन्म दिया. ഇനി ശ്രദ്ധിക്കുക, ध्यान देना. സ്വർഗത്തിൽ ദൈവം ചോദിക്കുന്നു, എനിക്ക് വേണ്ടി ആര് പോവും? परमेश्वर ने स्वर्ग में पूछा, मेरे लिए कौन जाएगा? കർത്താവ് ഞാൻ പാം. प्रभु ने कहा, मैं അതാണ് जाऊंगा. പുത്രന്റെ വരവ്. वो है पुत्र का आगमन. പുത്രൻ ഇങ്ങോട്ട് വന്നു. पुत्र यहाँ आया. പുത്രൻ വരുന്ന ആരായിട്ടാ? पुत्र कौन बनकर आ रहा है? പറ. ദാസനായിട്ടാ. दास बनकर आ रहा है. സ്വർഗത്തിൽ അവനാരാ? स्वर्ग में वो कौन है? തന്റെ ഏകജാതനായ പുത്രൻ. उसका इकलौता पुत्र. സ്വർഗത്തിൽ നിന്ന് തരുന്ന ആരെയാ? स्वर्ग से कौन दिया जा रहा है? ഏകജാതനായ പുത്രന്. इकलौता पुत्र. വേൾഡിൽ എത്തിയപ്പോ അതാരാ? दुनिया में आया तो कौन बन गया? ദാസൻ. दास बन गया. വേഷത്തിൽ മനുഷ്യനായി, ദാസരൂപം എടുത്ത് വേഷത്തിൽ മനുഷ്യനായി. അപ്പോൾ ദൈവത്തിൻ്റെ ദാസ്യത്വ രൂപമാണ് മനുഷ്യരൂപം. और उसने दास का रूप धारण किया, मनुष्य रूप में आया. मतलब परमेश्वर का दासवता का रूप है मनुष्य. ദൈവത്തിൻ്റെ ദാസരൂപമാണ് മനുഷ്യൻ. परमेश्वर का दासवता रूप है मनुष्य. യേശുവിൻ്റെ മനുഷ്യരൂപം ദൈവത്തിൻ്റെ ദാസ്യരൂപം. यीशु का मनुष्य रूप वो परमेश्वर का दासवता का रूप है. ദൈവത്തിൻ്റെ മനുഷ്യരൂപം യേശു. परमेश्वर का जो है मनुष्य रूप यीशु, അതാണ് ദാസരൂപം. वो दास रूप है. അതെടുത്തു. वो लिया. എന്നിട്ട് യേശു എന്താ പറഞ്ഞ്? फिर यीशु ने क्या कहा? ഞാൻ വന്നതും മരിക്കാനാ.
मैं यहाँ पर मरने के लिए आया हूँ। ആദമും മരണം ഏറ്റെടുത്തു, आदम ने भी मृत्यु स्वीकार ഞാനും की, മരണം ഏറ്റെടുക്കാൻ പോവാ. मैं भी मृत्यु स्वीकार करने वाला हूँ। ഞാൻ പാപം ചെയ്തല്ല മരണം ഏറ്റെടുക്കാൻ പോകുന്നത്, मैं पाप करने के बाद मृत्यु स्वीकार नहीं करने वाला। മരിക്കുന്നതിൻ്റെ തൊട്ടു മുമ്പ് കർത്താവ് ചോദിച്ചു, നിങ്ങളിൽ ആർ എൻ്റെ പാപത്തെക്കുറിച്ച് എനിക്ക് ബോധം വരുത്തും. क्योंकि मरने से पहले यीशु ने पूछा कि तुम में से कौन मेरे पाप का मुझे बोध दे सकता है। അതിൻ്റെ അർത്ഥം പാപം ചെയ്തല്ല യേശു മരിക്കാൻ പോകുന്നത്, പാപം ഏറ്റെടുത്ത് യേശു മരിക്കാൻ പോവാം. उसका अर्थ पाप करने के बाद नहीं यीशु मृत्यु स्वीकार करेगा, पर पाप का भार लेकर यीशु मृत्यु स्वीकार करने മറ്റൊരാളുടെ वाला। പാപം दूसरे एक व्यक्ति का पाप തന്റെ ശരീരത്തിൽ ഏറ്റെടുക്കുക. अपने शरीर में स्वीकार कर रहा है। അതിന് ദൈവം പഴയ നിയമത്തിൽ തന്നിരിക്കുന്ന തെളിവായിരുന്നു ആട്ടുകൊറ്റൻ. और उसके लिए पुराने करार में परमेश्वर ने दिया हुआ चिन्ह था ആരാധിക്കാൻ वो ചെല്ലുന്നവർ मेमने का बलिदान। जब वो आराधना करने जाते थे, ഒരു ഊനമില്ലാത്ത ആടിനെ एक ऐसा भेड़ जिसमें कोई भी कमी नहीं है, പിടിച്ചു നിർത്തിയിട്ട് उसे वहां रुकाते थे। സകല പാപവും അതിന്റെ മേലോട്ട് കൈമാറും. सारा पाप उसके सिर पर थपा देते थे, അതിനെ യാഗം കഴിക്കും. उसका त्याग करते थे। അതിന്റെ അർത്ഥം उसका अर्थ ഈ പാപം എല്ലാം കണക്കിടായി. ये सारा पाप इसका गिनती नहीं किया ആ जाएगा। പാപത്തെ മോചിക്കാൻ ആടിന് പറ്റത്തില്ല, उस पाप में से मुक्ति वो भेड़ नहीं ആ दे सकता പാപത്തെ था, കണക്കിടാതിരിക്കാനേ പറ്റുള്ളൂ. पर उस पाप की गिनती ना की जाए അതുകൊണ്ട് फिर ആ वही संभव था। സങ്കീർത്തനത്തിൽ ദാവീദ് എഴുതിയത്, इसके लिए दाऊद ने भजन संहिता में लिखा, ലംഘനം ക്ഷമിച്ചും, अपराध क्षमा किया जाए। പാപം ക്ഷമിച്ചെന്നല്ല, യാ. പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. और जिसके पाप को छिपाया गया वो व्यक्ति भाग्यशाली है। ആ, കണ്ടോ, ഇത് മറയപ്പെടുക. അവിടെ पाप ढापा गया है, യേശു അതല്ല ചെയ്യുന്നത്. यीशु ने वो नहीं किया। യേശു കഴുകുക ചെയ്യുന്നത്, यीशु धो रहा है, ക്ലോസ് ചെയ്യുക. पूर्ण तरीके से समाप्त करता है। അപ്പം മൊത്തം പാപത്തെ യേശു ഏറ്റെടുത്തു. पूरे पाप को यीशु ने स्वीकार लिया। യേശു ഭാവിയല്ല, यीशु पापी नहीं പക്ഷെ है, പാപം വഹിക്കുക. पर पाप को ले चल रहा है। പാപം നമുക്ക് തന്ന ദാസത്വം, पाप ने दासवता का औदा दिया हमको, പാപം നമുക്ക് തന്ന അടിമത്തം, पाप ने गुलाम को औदा दिया പാപം हमको, നമുക്ക് തന്ന മരണം, और पाप ने हमको मृत्यु दिया। പാപം നമുക്ക് തന്ന പിശാചിന്റെ മോനെന്നുള്ള ടാഗ്. पाप ने शैतान का संतान का व्यक्तित्व ഒരു दिया। ഉപവാസ പ്രാർത്ഥനയിൽ ആന്റി ആ ചോദ്യം ചോദിച്ചായിരുന്നു, ഗീത ആന്റി, और एक उपवास प्रार्थना में वो सवाल हमको पूछा गया था, ഏത് മേലെഴുത്താ ദൈവം നീ മാറ്റിയെന്ന്. और किस एड्रेस को परमेश्वर ने നമ്മുടെ മേൽ हमसे കടന്ന निकाल दिया മേലെഴുത്ത था, പിശാചിന്റെ മോൻ. और हमारे ऊपर ये व्यक्तित्व लिखा था, हम शैतान का संतान है। നമ്മളെ പിശാചിന് ജനിച്ചത് കൊണ്ടല്ല, हम शैतान से जन्मे इसलिए नहीं, പിശാചിനെ ഇഷ്ടപ്പെട്ടത് കൊണ്ടല്ല, इसलिए नहीं शैतान से അവിടെ പോയി पसंद किए, മെമ്പർഷിപ്പ് എടുത്തുകൊണ്ടല്ല, इसलिए नहीं वहां पर हम अंग हुए, ആദം നിമിത്തം आदम के कारण। നമുക്ക് വന്ന മേലെഴുത്താ और वहां पर आए हुए हमारे ऊपर आया हुआ व्यक्तित्व പിശാചിന്റെ है മോൻ. शैतान का അത് बेटा। കാൽവറി ദൈവം പൊളിച്ചു. वो कलवरी पर परमेश्वर ने तोड़ दिया। നീ കാൽവറി വിശ്വസിച്ചിട്ടുണ്ടോ? अगर आपने कलवरी पर विश्वास നീ किया है, ഒരിക്കലും പിശാചിന്റെ മോനല്ല, तो फिर आप कभी शैतान के संतान नहीं अभी, പിശാചിന്റെ മോനല്ല. आप शैतान के संतान नहीं പിശാചിന് हो। ഒരിക്കൽ പോലും ഇനി നിന്നെ അവകാശം പറയാൻ പറ്റത്തില്ല. शैतान कभी आप पर अधिकार नहीं थोप നീ सकता। ദൈവത്തിന്റെ മോനായി മാറി. आप परमेश्वर के बेटे बन गए। ആമേൻ. आमेन। പിശാച് കൈവിട്ടാൽ പിന്നെ നീ ദൈവത്തിന്റെ മോനാ. शैतान ने छोड़ दिया तो आप परमेश्वर के बेटे हो। ആമേൻ. അപ്പൊ ഇനി ശ്രദ്ധിക്കേ, ध्यान देना, യേശു കർത്താവ് കാൽവറി കയറിയപ്പോ ആ മേലെടുത്തു പൊളിച്ചു. यीशु जब कलवरी पर चढ़ा हमारे ऊपर का लेबल യേശു निकाल കാൽവറി दिया। നിന്റെ മുഴുവൻ പാപവും വഹിച്ചു. यीशु ने कलवरी पर हमारे पूरे पाप को ले ഇനി लिया। എന്തോ നിനക്കെതിരെ ചൂണ്ടാനുള്ളത്? अभी आपके खिलाफ मेरे क्या लिए उंगली तो उठा वही- सकते हैं? लेबल निकाल दिया, നിന്റെ പാപം പോയി, आपका पाप നിന്റെ निकाल दिया, അപരാധം പോയി, आपका अपराध നിന്റെ निकाल दिया, അതിക്രമം പോയി, आपका अपराधों को मिटा ഓ दिया, അകൃത്യം പോയി. आपके सारे अपराधों को മൊത്തം मिटा ഇപ്പൊ दिया। യേശു ചുമന്നേക്കുക. सब यीशु ले चल रहा है। അതിനാണ് ആ മുൾമുടി തലയിൽ വെച്ചത്. इसके लिए कांटों का जो है मुकुट उसके മൊത്തം सिर पर है। ഭാരം ചുമന്നു. पूरे भार को ले चला। ഓ രക്തം ചെയ്യാം, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല
ചിന്താകുലങ്ങളും അവന്റെ മേൽ വെക്ക്. और वो आपका ख्याल रखता है, इसके लिए आपके सारे चिंताओं को उसके ऊपर रख दो. മൊത്തം അവന്റെ മേലായി. सब उसके ऊपर रख നിന്റെ दिया. മുഴുവൻ വേദന അവന്റെ മേലായി. आपका पूरा दर्द उस पर रख दिया गया. മൊത്തം കർത്താവ് ചുമന്നിട്ട് सब परमेश्वर ने उठा लिया. ദാസൻ ടാഗ് പൊളിച്ചു. दास का व्यक्तित्व तोड़ दिया. ഓ പിശാചിന്റെ മോൻ പൊളിച്ചു. शैतान का बेटा व्यक्तित्व तोड़ അടിമത്തം दिया. പൊളിച്ചു. गुलामी तोड़ दिया. മരണം പൊളിച്ചു. मृत्यु तोड़ दिया. ജീവൻ ഇങ്ങോട്ട് വരിക. जीवन आ रहा है. അവിടുന്ന് ജീവൻ നിന്നിലേക്ക്. वहां से जीवन आपके अंदर. കാൽവറിയിൽ നിന്ന് ജീവൻ നിന്നിലേക്ക്. कलवरी से जीवन आपके അതായത് अंदर. യേശു മരിക്കുകയല്ല, इसलिए यीशु मर नहीं യേശുവിന്റെ रहा. ജീവൻ ട്രാൻസ്ഫർ ചെയ്യുക. ओ यीशु अपने जीवन को आपके अंदर ये ट्रांसफर तो कर रहा है. वर्तमान कितने लोग समझ पा रहे हैं? കാൽവറിയിൽ कलवरी में യേശു മരിക്കുകയല്ല, यीशु मर नहीं रहा था. യേശുവിന്റെ ജീവൻ ട്രാൻസ്ഫർ ചെയ്യുക. यीशु अपने जीवन को आपको सौंप रहा ഓരോരുത്തരിലേക്ക് था. ട്രാൻസ്ഫർ ചെയ്യുക. हर एक व्यक्तियों में सौंप എപ്പോൾ रहा है. വിശ്വസിക്കുന്നു जब विश्वास ജീവൻ करेंगे അപ്പോൾ ലൈവ് ആകും. जीवन उधर सजीव बनेगा. ജീവൻ ലൈവ് ആകും. जीवन सजीव बनेगा. ഇപ്പോൾ ഇവിടെ നിന്ന് വിശ്വസിക്കുമ്പോ अभी यहाँ बैठकर जब ആ आप विश्वास ജീവൻ करोगे ലൈവ് ആകും. वो जीवन आपके अंदर लाइव हो ഓ, रहा है. നാളെ ഒരാളത് വിശ്വസിക്കുമ്പോ कल जब एक व्यक्ति ആ विश्वास ജീവൻ करेगा ലൈവ് ആകും. वो जीवन उसमें सजीव അത് ലൈവ് बनेगा. ആകുമ്പോ वो जब वो सजीव നിന്റെ बनेगा പേര് മാറുക. तुम्हारा नाम बदल रहा है. ദൈവത്തിൽ നിന്നു ജനിച്ചവൻ, परमेश्वर से उत्पन्न हुआ व्यक्ति, ദൈവത്തിന്റെ മകൻ, परमेश्वर का पुत्र, ദൈവത്തിന്റെ മകൻ. परमेश्वर का बेटा. ധൈര്യത്തോടെ പറ, धैर्य से कहो ദൈവത്തിന്റെ മകനാ. परमेश्वर का बेटा हूँ. ഞാൻ പിശാചിന്റെ മോനല്ല, मैं शैतान का बेटा ഞാൻ नहीं, അടിമയല്ല, मैं गुलाम नहीं, ഞാൻ ദാസനല്ല, मैं दास नहीं, ഞാൻ മരണത്തിന് അടിമയല്ല. मैं मृत्यु का गुलाम എന്നിൽ नहीं. ജീവൻ വ്യാപരിക്കുന്നു. मुझ में जीवन कार्य करता है. എത്ര പേർക്ക് ദൂത് മനസ്സിലാവുന്നുണ്ട്? कितने लोग इस नबूवत की वाणी समझ पा रहे हैं? ആമേൻ. കൽവറിയിൽ എന്താ നടന്നേ? कलवरी में क्या हुआ? ഓ അവന്റെ ജീവന്റെ ട്രാൻസ്ഫർ. उसके जीवन को हमारे ऊपर എന്റെ सौंपा जा മരണം रहा था. അങ്ങോട്ട്, हमारा मृत्यु उसके അവന്റെ ऊपर, ജീവൻ ഇങ്ങോട്ട്, उसका जीवन मेरे अंदर, എന്റെ ദാസൻ അങ്ങോട്ട്, मेरा दासत्व അവന്റെ उसके ऊपर, പുത്രത്വം ഇങ്ങോട്ട്, उसका पुत्रत्व मेरे अंदर, എന്റെ അടിമത്വം അങ്ങോട്ട്, मेरी गुलामी उसके അവന്റെ ऊपर, അവകാശം ഇങ്ങോട്ട്. उसका विरासत मेरे अंदर, ജഗതന പ്രൗഢമ, എന്റെ മരണം അങ്ങോട്ട്, मेरे मृत्यु उसके അവന്റെ ऊपर, ജീവൻ ഇങ്ങോട്ട്. उसके जीवन मेरे अंदर. ഞാൻ ജീവിക്കുക, मैं जी रहा എനിക്ക് हूँ. മരണമില്ല, मुझको मृत्यु नहीं ഞാൻ है. മരണത്തിന് കീഴടങ്ങത്തില്ല, मैं मृत्यु के अधीन नहीं ഞാൻ आऊंगा. മരണത്തിന് കീഴടക്കാൻ പറ്റത്തില്ല. मृत्यु मुझे अधीन नहीं ला ഞാൻ सकता. ജീവന്റെ വക്താവാണ്. मैं जीवन का ഞാൻ प्रतिनिधित्व हूँ. ജീവനിലാ വസിക്കുന്നത്. मैं जीवन में निवास करता हूँ. ശകതല പ്രൗഢമ അതരകടക സംതുരാതകല അടകതന പ്രൗഢബ ബബ ബബ ഹസ്തര ദിയാല പ്രൗഢബ ബബ. മരണത്തെ ഞാൻ ക്യാൻസൽ ചെയ്യുക. मृत्यु को कैंसिल करो. മരണത്തിന്റെ ഭയത്തെ ഞാൻ ക്യാൻസൽ ചെയ്യുക. मृत्यु के डर को कैंसिल करता हूँ. ഭയപ്പെടുത്തുന്ന മരണഭയങ്ങൾ, आपको डराने वाली मृत्यु की डरावट, അനാവശ്യ മരണഭയങ്ങള് जो मृत्यु का भय जो ഞാനിപ്പോൾ जरूरत कट नहीं है, किया। मैं अभी काटता हूँ. ഞാനിപ്പോ കട്ട് ചെയ്യുക. मैं कैंसिल करता हूँ. നീ ജീവനാ, आप जीवन हो. നിന്നിൽ ജീവനാ. आपके अंदर जीवन ആരുടെ है. ജീവൻ? किसका जीवन? ക്രിസ്തുവിന്റെ ജീവൻ. मसीह का जीवन. അവന്റെ ജീവനാ നിന്നിൽ. उसका जीवन അത് आपके अंदर है. മരണത്തിന് കീഴടങ്ങുന്ന ജീവനല്ല, वो मृत्यु के सामने हार അത് नहीं मानता. മരണത്തെ ജയിച്ച वो ജീവനാ. मृत्यु को जीता हुआ जीवन है. മരണഭയത്തെ ഞാൻ കട്ട് ചെയ്യുന്നു. इसके मृत्यु के भय को मैं അനാവശ്യ काटता हूँ. ഭയങ്ങളെ ഞാൻ കട്ട് ചെയ്യുന്നു. सारी अनावश्यक भय को मैं അനാവശ്യ काटता हूँ. ഭീതികളെ ഞാൻ കട്ട് ചെയ്യുന്നു. सारे घबराहटों को मैं कैंसिल करता ഉറക്കത്തിൽ हूँ. സ്വപ്നത്തിൽ കൊണ്ടുവരുന്ന ഭയങ്ങളെ ഞാൻ കട്ട് ചെയ്യുന്നു. ओ नींद में सपनों में भय जो आता है उससे मैं कैंसिल മനുഷ്യരുടെ करता हूँ. വാക്കുകൾ നിന്റെ അകത്ത് കൊണ്ടുവരുന്ന ഭീതിയെ ഞാൻ കട്ട് ചെയ്യുന്നു. मनुष्यों के शब्दों के द्वारा आपके अंदर जो भय आता है उससे मैं നിന്റെ काटता हूँ. ശരീരത്തിലെ രോഗങ്ങൾ നിന്നോട് പറയുന്ന ഭയത്തെ ഞാൻ കട്ട് ചെയ്യുന്നു. आपके शरीर के रोग आपको जो भय देते हैं उसे मैं काटता हूँ. പിതാവിന്റെ രോഗം നിന്റെ മേൽ വരുമെന്ന് പറയുന്ന കൊണ്ടുവരുന്ന ഭയത്തെ ഞാൻ കട്ട് ചെയ്യുന്നു. पिता के शरीर में जो रोग है वो आपके ऊपर आएगा. ये घबराहट को कैंसिल करता हूँ. നിന്റെ അപ്പന്റെ ജീവനല്ല നിന്നിൽ, आपके पिता का जीवन नहीं है आपके अंदर. ദൈവത്തിന്റെ ജീവൻ, परमेश्वर का जीवन, ക്രിസ്തുവിന്റെ ജീവൻ. मसीह का जीवन.
ശാന്തരാധിയ അട്ടകത്തന പ്രൗഢ ബാബ എല്ലാ ശാപങ്ങൾക്കും ഇപ്പൊ പൊളിഞ്ഞു മാറാം. सारे श्राप टूट कर हट जाए अभी. ഇതുവരെ വീട്ടിനകത്ത് കയറി നിന്നെല്ലാം പൊളിഞ്ഞു മാറട്ടെ. जो भी अभी तक घर में बना रुका था अभी निकल जाए घर से. കാരണം കാൽവറി ജീവൻ, क्योंकि कलवरी जीवन है, ക്രിസ്തുവിന്റെ ജീവൻ. मसीह का जीवन. അതര ഹട്ടക സംധര ദഗൽ പ്രൗഢ. ഞാൻ ദൈവത്തിന്റെ മോനാ, मैं परमेश्वर का बेटा हूँ, ദൈവത്തിൽ നിന്ന് ജനിച്ചവനാ. मैं परमेश्वर से जन्मा ഞാൻ हूँ, ദൈവത്തിന്റെ മോനാ, मैं परमेश्वर का बेटा हूँ, ദൈവത്തിൽ നിന്ന് मैं ജനിച്ചവനാ. परमेश्वर से जन्म लिया ക്രിസ്തു हूँ. എന്നെ ജനിപ്പിച്ചു, मसीह ने मुझे जन्म दिया, ക്രിസ്തു എന്നെ ജനിപ്പിച്ചു. मसीह ने मुझे जन्म दिया, ക്രിസ്തു മുഖാന്തരം मसीह द्वारा ഞാൻ ദൈവത്തിന്റെ മോനാ. मैं परमेश्वर का बेटा हूँ. പ്രൗഢ ബാബ. I am a son of God. I'm no longer a slave to fear. Oh, I am a son of God. Singing, अपनी आवाज़ों को उठाकर
का भय वो कैंसिल करने के लिए पवित्र आत्मा मुझसे कह रहा है। അകത്ത് അലട്ടുന്ന ഭീതി അതിനുവേണ്ടി പ്രാർത്ഥിക്കാനുണ്ട്. और अंदर जो भय कार्य कर रहा है उसके प्रति प्रार्थना करने के लिए प्रभु मुझसे कह रहा है। ചിലരുടെ രോഗം വല്ലാതെ അവരെ വല്ലാതെ ചിന്തിപ്പിക്കുന്നു. कुछ लोगों का रोग उनको बहुत ही चिंतित कर रहा है। വീട്ടിൽ നടന്ന പഴയ സംഭവങ്ങളോട് ആ രോഗവുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു ഭയം അകത്ത് കയറും. घर में जो पहले घटना हुई है उसके साथ इस रोग को जोड़कर एक भय को आपके अंदर उत्पन्न किया जा रहा है। പിതാവിൻ്റെ കുടുംബത്തിലുണ്ടായിരുന്ന ഒരു ഹിസ്റ്ററി ഉണ്ട്, അത് എന്നിൽ വരും എന്നുള്ള ഭയം. ഇതൊക്കെ ക്യാൻസൽ ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നു. पिता के परिवार में एक इतिहास है, वो रोग मुझ पर भी आएगा, ये डर मैं कैंसिल करता हूं आज। എൻ്റെ കർത്താവിനോട് ഇന്ന് ഉറപ്പ് പറയാം, आज यकीन तौर से मेरा प्रभु ये कहने के लिए कह रहा എൻ്റെ है, വീട്ടിൽ നടന്നത് ഇനി ആവർത്തിക്കത്തില്ല. जो आपके घर में हुआ वो दोहराया नहीं जाएगा। അപ്പനിലേത് അപ്പൻ കൊണ്ട് തീർന്നു, जो पिता में हुआ वो पिता से ही समाप्त हो गया। വല്യപ്പനിലേത് വല്യപ്പൻ കൊണ്ട് തീർന്നു. जो दादाजी से आया वो दादाजी में समाप्त हो गया। നിന്നിലേക്ക് അത് വരത്തില്ല. आपके तक वो नहीं आएगा। കർത്താവ് അതിനെ തടയുക. परमेश्वर उसे रोक रहा है, അതിനെ തടയുന്ന ക്രിസ്തുവിന്റെ ജീവൻ. और पर उसे रोकने वाला मसीह का जीवन। ക്രിസ്തുവിന്റെ ജീവൻ, मसीह का जीवन, ക്രിസ്തുവിന്റെ ജീവൻ मसीह का जीवन അതിനെ ഇന്റർഫിയർ ചെയ്യുക. वो उसमें दखलंदाजी कर रहा है। മറ്റുള്ളവരുടെ വാക്ക്, दूसरों के शब्द, നിനക്ക് തന്ന ആൻസൈറ്റി, वो आपके अंदर जो चिंता लाए പൊളിക്കുക. वो प्रभु अभी तोड़ रहा ആ है। വാക്കല്ല അൾട്ടിമേറ്റ് വാക്ക്. वो शब्द अंतिम शब्द नहीं है, അതിന്റെ മുകളിൽ ഒരു വാക്ക് വരിക. उसके ऊपर एक आवाज आ रहा है, ക്രിസ്തുവിന്റെ ജീവന്റെ ശബ്ദം, मसीह के जीवन की आवाज, ജീവന്റെ ശബ്ദം, मसीह का जीवन की आवाज, കാൽവറി പറഞ്ഞ ശബ്ദം. कलवरी ने कहा हुआ ഞാൻ ആ शब्द, ടാഗ് കട്ട് ചെയ്തെന്ന് मैं उस लेबल को काट दिया हूं। നിന്റെ മേലെ കയ്യെഴുത്ത് കർത്താവ് കട്ട് ചെയ്തെന്ന്. तुम्हारे ऊपर लिखा गया ये लिखाव प्रभु ने तोड़ दिया है। എന്റെ കൂടെ പ്രാർത്ഥിക്കാൻ കഴിയുന്നവർ പ്രാർത്ഥിച്ചാണ്. जो मेरे साथ प्रार्थना कर सकते हैं प्रार्थना कीजिए। ധൈര്യത്തോടെ വാ തുറന്ന് പറ, धैर्य से मुंह खोल कर कहे, ചൈൽഡ് ഓഫ് ഗോഡ്, मैं परमेश्वर का बेटा हूं, ദൈവത്തിന്റെ മോനാ, मैं परमेश्वर का बेटा हूं, ദൈവത്തിന്റെ മോനാ. मैं परमेश्वर का बेटा हूं। ഭയം എന്നെ തൊടത്തില്ല. इसके लिए डर मुझे नहीं छुएगा। വീട്ടിലാണ് ഇനി ഒന്നും ആവർത്തിക്കത്തില്ല. घर में कुछ भी दोहराया नहीं जाएगा। ഞങ്ങൾ നമ്മുടെ മക്കളാണ്. ആ പദവി മാത്രം മതിയപ്പ. पिता, हम आपके बच्चे हैं, हमको वो ओहदा ही काफी है। കാൽവറി ഞങ്ങൾക്ക് തുറന്നു തന്നതിനേക്കാൾ വലുതിനിയൊന്നും കിട്ടാനില്ലല്ലോ. कलवरी ने जो हमको खोल कर दिया उससे श्रेष्ठ और कुछ प्राप्त करने के लिए है ही ആ नहीं। ജീവനിൽ ഞങ്ങൾ മുന്നേറട്ടെ. उस जीवन में हम आगे बढ़े। യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സകല ഭീതിയും അതിൻ്റെ സംവിധാനങ്ങളും ഇപ്പോൾ ഈ നിൽക്കുന്ന ജനത്തിൽ നിന്ന് എന്നേക്കുമായി മാറിപ്പോട്ടെ. यीशु मसीह के नाम में सारा भय और उसके संविधान यहाँ रुके हुए जो लोग हैं वो उनमें से पूर्ण तरीके से हट कर निकल जाए। പാരമ്പര്യം ഒന്നും തൊട്ടേക്കല്ല, कोई भी परंपरा उनको ना छुए, ഒരു ശാപങ്ങളും തൊട്ടേക്കല്ല, कोई भी श्राप उनको ना छुए, യാതൊരു വിധത്തിലുള്ള വെല്ലുവിളികളും ആവർത്തിച്ചേക്കരുത്. कोई भी चेतावनियां उनके खिलाफ दोहराया नहीं जाए। യേശു ക്രിസ്തുവിന്റെ ജീവനാൽ ഞങ്ങൾ മുദ്രയിടുന്നു. यीशु मसीह के जीवन के द्वारा उन पर मोहर लगाते हैं। ഈ ജനം സ്വതന്ത്രരാകട്ടെ. ये लोग स्वतंत्रित हो जाए। അവര് സ്വതന്ത്രരാണ്, वो आजाद है ഇനി ഒരു സ്വതന്ത്രരായിരിക്കും. और वो आजादी में बने रहेंगे। അവരുടെ ബുദ്ധിയെ അസ്വസ്ഥമാക്കാൻ പിശാചിനി വന്നേക്കല്ല, और उनके बुद्धि को अस्वस्थ करने के लिए शैतान तू आना नहीं। കള്ളം പറയാൻ ഇങ്ങോട്ട് വന്നേക്കല്ല.
झूठ बोलने के लिए यहाँ आना नहीं, ചതിക്കാൻ ഇങ്ങോട്ട് വന്നേക്കല്ല്. धोखा देने के लिए यहाँ आना नहीं। യേശുവിന്റെ നാമത്തിൽ അതിര് വിട്ടോ. यीशु मसीह के नाम में इस क्षेत्र को छोड़ दे। അവർക്ക് മേളിലുള്ള എല്ലാ കൈയെഴുത്തും ഇപ്പൊ പൊളിയട്ടെ. उनके ऊपर लिखा गया सारा लिखावा भी टूट जाए। മനുഷ്യൻ എഴുതിയത് പൊളിയട്ടെ. जो मनुष्य ने लिखा वो सब പിശാച് टूट വെച്ചതും जाए। പൊളിയട്ടെ. जो शैतान ने रखा वो सब टूट जाए। പൂർണ്ണ സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. पूर्ण आजादी प्राप्त करे। കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനാൽ സ്തോത്രം. प्रभु आप वो कर रहे हो इसके लिए धन्यवाद। കർത്താവിന്റെ മകൻ എന്നുള്ള ധൈര്യത്തോടെ സഞ്ചരിക്കട്ടെ. परमेश्वर का बेटा हूँ इस धैर्य में वो कार्य करे। കർത്താവ് പ്രാർത്ഥന കേട്ടതിന് നന്ദി. प्रभु आपने प्रार्थना सुना इसके लिए धन्यवाद। महिमा आपको യേശുവിൻ നാമത്തിൽ. यीशु मसीह के नाम में पूछते हैं। ആമേൻ. आमेन ആമേൻ. आमेन। നമ്മൾ അവന്റെ മക്കളാണ്. हम उसके बच्चे हैं। ഇതിനകത്തുള്ള ഒരാൾ പോലും അതിനകത്ത് മാറിയില്ല. इसमें से कोई भी उसमें से हटकर नहीं रुक सकता। നമ്മൾ ദൈവത്തിന്റെ മോൻ, हम परमेश्वर के बेटे हैं। യേശുവിന്റെ കൂട്ടവകാശി. हम यीशु के संगी वारिस हैं। ആമേൻ. आमेन। ഇനി പിശാച് പിശാചെന്ന് മിണ്ടിയേക്കല്ല. अभी शैतान शैतान बोलकर नहीं घूमना। അത് കർത്താവ് കാൽവറി ക്ലോസ് ചെയ്തു. परमेश्वर ने कलवरी में उस अध्याय को समाप्त किया। നമ്മൾക്കിനി ക്രിസ്തുവിന്റെ ജീവൻ. मुझ में सिर्फ मसीह का जीवन है। നമ്മൾ എങ്ങനെ ജീവിക്കും? ക്രിസ്തുവിന്റെ ജീവൻ. हम कैसे जिएंगे? मसीह के जीवन में। എൻ്റെ ജയം ക്രിസ്തുവിന്റെ ജീവൻ. और मेरा जय मसीह का जीवन का कारण। എൻ്റെ ജയം ക്രിസ്തുവിന്റെ ജീവൻ. मेरा जय मसीह का जीवन। അതിൽ നമുക്ക് മുന്നേറാം. उसमें हम आगे बढ़ेंगे। കർത്താവിന്റെ ജീവനിൽ നമുക്ക് മുന്നേറാം. मसीह के जीवन में हम आगे God बढ़ेंगे। bless you all. परमेश्वर आपको आशीष दे। You are much loved.